സുപ്രഭാതം. ഇന്ന് 2024 ജൂൺ മാസം 21 വി ബെസ്റ്റ് ഡേ 1010. ചില ദിനങ്ങളൊക്കെ നമുക്കെന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ദിനങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് വി ബെസ്റ്റ് ഡേ ഒരു ഫാൻസി നമ്പറായിട്ട് വരാറുണ്ട്. അങ്ങനെ 10 10 ദിനത്തിൽ വി ബെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വിഷനും മിഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും മഹത്തായ ദിനം ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. അത് എത്രത്തോളം വി ബെസ്റ്റ് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ഏതാനും മിനിറ്റുകൾക്കകം നമുക്ക് ബോധ്യപ്പെടും. അത്ര മഹത്തരമായ മിഷനോടുകൂടിയാണ് യോഗ ഭാരതം യോഗ ലോകത്തിന് നൽകിയത്. അതേ ആശയം തന്നെയാണ് വി ബെസ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. ഗ്ലോബൽ വിഷൻ വിത്ത് ലോക്കൽ ആക്ഷൻ. ആ സന്തോഷം നൽകുന്ന ആളുകളെ നമുക്ക് മൊത്തം വിതരണക്കാരെ നമുക്ക് കണ്ടെത്താം. ഇനിയും നമുക്കും അങ്ങനെ തന്നെ ആകാനായിട്ടുള്ള ഒരു പ്രചോദനമായി ഈ ദിനം മാറും. ഇന്ന് അന്താരാഷ്ട്ര സംഗീത ദിനം കൂടിയാണെന്ന് ജയകുമാർ സാർ പറയുന്നു. താങ്ക് യു സോ മച്ച്. അത് രണ്ടും നമുക്ക് പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. ആ മഹത്തരമായ ദിനങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ വിശിഷ്ടാതിഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ജോയ് ജോൺ സാറിലേക്ക് നമുക്ക് പോകാം. സജി സാർ, ഓക്കെ താങ്ക് യു. ജോയ് ജോൺ സാർ ഓഡിബിൾ ആണ്. മൈക്കൊന്നു. ഓക്കെ, താങ്ക് യു വെൽ സാർ. താങ്ക് യു. ഇന്ന് വെൽ സാർ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. യോഗാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ തീമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥനയിൽ നിന്ന് ആരംഭിക്കാം. ഓക്കെ സാർ, ഓക്കെ, പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ആരാണ് പ്രാർത്ഥനയ്ക്ക് സജസ്റ്റ് ചെയ്യും? മധുവർമ്മജി. വിദ്യയേകണേ വിജയമേകണേ വിശ്വദർശനമേകണേ വിനയമേകണേ സഹനമേകണേ വിശ്വദാസനായി തീർക്കണേ. വിദ്യയേകണേ വിജയമേകണേ വിശ്വദർശനമേകണേ വിനയമേകണേ സഹനമേകണേ വിശ്വദാസനായി തീർക്കണേ. സത്യമോതുവാൻ ശക്തിയേകണേ സജ്ജനങ്ങൾ കൂട്ടാകണേ. സുഖദുഃഖങ്ങളെ സമമായി കാണുവാൻ സകലേശ എന്നിൽ കനിയണേ. നിത്യവും തവ നാമപുഷ്പങ്ങൾ എൻ്റെ നാവിൽ വിരിയണേ. മാനസത്തിൻ ശ്രീകോവിലിൽ ദേവ പൂജാബിംബമായി തീരണേ. വിദ്യയേകണേ വിജയമേകണേ വിശ്വദർശനമേകണേ വിനയമേകണേ സഹനമേകണേ വിശ്വദാസനായി തീർക്കണേ. താങ്ക് യു. സാർ, നല്ല പ്രാർത്ഥന
നിർത്താൻ മതി സർ. സ്പീക്കർ മ്യൂട്ടാണ്. താങ്ക് യു. യെസ്. യെസ്, താങ്ക് യു. നല്ല പ്രാർത്ഥന. നമുക്ക് സ്വാഗതത്തിനായി സജീഷ് നെന്മാർ സാറിലേക്ക്. മോനേട്ടെ. മോഹനേട്ടൻ. ഓക്കെ, താങ്ക് യു. സുപ്രഭാതം സർ, സുപ്രഭാതം എല്ലാ ഹൃദയ ബന്ധുക്കൾക്കും, പ്രത്യേകിച്ച് ജയശ്രീ മാഡത്തിന്. അന്താരാഷ്ട്ര യോഗാ ദിനത്തില് യോഗയുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത എന്നെ തന്നെ സ്വാഗതത്തിന് ക്ഷണിച്ചപ്പോൾ ഒരു ചെറിയ അമ്പരപ്പ് എൻ്റെ ഉള്ളിലുണ്ട്. യോഗയെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ള അറിവ് എന്നിലില്ല എന്നുള്ളതാണ്. എങ്കിലും എന്നെ സന്തോഷപ്പെടുത്തുന്നത് വളരെ ചെറിയ കാലയളവിൽ തന്നെ ഈ യോഗയിൽ കൂടി എനിക്ക് കിട്ടിയ ചെറിയ അനുഭവം അതെന്റെ കരുത്തായി മാറുന്നു എന്നുള്ളതാണ് വസ്തുത. പ്രിയപ്പെട്ടവരെ, ബോറടിക്കൂലെങ്കിൽ പറയാ, ജീവിതം ശരീരമായാലും മനസ്സായാലും ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് എഴുതി തള്ളിയ ഒരവസ്ഥയിലാണ് വിബെസ്റ്റ് എന്ന കൂട്ടായ്മയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് വളരെ മുമ്പ് തന്നെ വിബെസ്റ്റിലെ യോഗയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു വരുന്നുണ്ടെങ്കിലും അതൊക്കെ സമയക്കുറവിന്റെ കാര്യവും അല്ലെങ്കിൽ നീട്ടിവെക്കുന്ന സ്വഭാവം കൊണ്ടും ഞാനൊന്നും അത് പരിഗണിച്ചതേയില്ല. പിന്നെ മറ്റ് ഗത്യന്തരമില്ല എന്ന് കണ്ടപ്പോഴാണ് ജോൺ സാറിന്റെ നേതൃത്വത്തിലുള്ള യോഗ ക്ലാസ്സിലേക്ക് ഈ അടുത്ത കാലത്ത്, വളരെ ചെറിയ സമയമേ ആയിട്ടുള്ളൂ, ആ യോഗ ക്ലാസ്സിലേക്കൊന്ന് എത്തിച്ചേരാനും അതുവഴി എന്താണ് യോഗ എന്ന് പഠിക്കാനുമുള്ള ഒരു ശ്രമം തുടങ്ങിയത്. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ യോഗയുടെ ചെറിയ ലക്ഷണങ്ങൾ ഒരു ഗുണഭോക്താവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറെ സന്തോഷമുള്ള ഒരു കാര്യം. അത് ആദ്യമേ തന്നെ പറയട്ടെ. യോഗയുടെ മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ആസനം, പ്രാണായാമം, ധാരണ, ധ്യാനം, ഇതൊക്കെ ഈ പടികളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു സമ്പൂർണ്ണ ആരോഗ്യശാസ്ത്രം യോഗക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് എൻ്റെ സ്വന്തം ശരീരം എന്നോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വലിഞ്ഞു തൂങ്ങിയ മസിലുകളും അല്ലെങ്കിൽ പേശീബലം ഒട്ടുമില്ലാതെ, പ്രത്യേകിച്ച് എനിക്ക് ഈ ഡയബറ്റിക്സിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടും കൂടി ഉണ്ടായപ്പോ എനിക്ക് തന്നെ ഒരു വെറുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് ജോൺ സാറിന്റെ നിർബന്ധത്തിന് ഞാൻ ആ യോഗ ക്ലാസ്സിൽ ചേരുന്നത്. തീർച്ചയായിട്ടും ഈ ചെറിയ കാലയളവിൽ തന്നെ എനിക്ക് അതിനെക്കൊണ്ടുള്ള ഗുണഭോക്താവാൻ സാധിച്ചു. ഗുണഭോക്ത എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായിട്ട് എനിക്ക് പ്രമേഹം മാറി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം അതിന് ഞാൻ അടുത്തൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. എങ്കിലും ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ശരീരം എല്ലാത്തിനോടും പ്രതിരോധിക്കാനുള്ള ഒരു കരുത്ത് നേടിക്കഴിഞ്ഞു എന്നുള്ള ഒരു ചെറിയ തോന്നൽ. അത് വളരെ തുടക്കത്തിലത്ര ഞാൻ ഒന്നും ശാസ്ത്രീയമായിട്ടല്ല ഞാൻ ആസനങ്ങളൊന്നും അനുഷ്ഠിക്കുന്നത്. എങ്കിൽ പോലും ഈ ഒരു ചെറിയ കാലയളവിൽ ഇതുണ്ടാകുമ്പോൾ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആഹ്ലാദം എനിക്ക് തരുമ്പോൾ ഈ ആഹ്ലാദം പങ്കിടുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ സ്വാഗതത്തിൽ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യായാമ സമ്പ്രദായങ്ങൾ പലതും ഈ ലോകത്തിലുണ്ട്. പക്ഷെ ഒരു സമ്പൂർണ്ണ വ്യായാമം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആന്തരിക അവയവ വ്യവസ്ഥിതിയെ മൊത്തത്തിൽ തലോടിക്കൊണ്ടുള്ള ഒരു വ്യായാമം എന്നുള്ളത് യോഗ മാത്രമാണ്. അതെനിക്ക് പരിപൂർണ ബോധ്യം. അതിൽ തന്നെ സൂര്യ നമസ്കാരം നമ്മുടെ ജോൺ സാർ എപ്പോഴും എടുത്തു പറയും. അതിനോട് വെല്ലുവിളിക്കുന്ന ഒരു വ്യായാമ മുറയില്ല. മനുഷ്യ ശരീരത്തിന് ആകൃതിയും സൗന്ദര്യവും ഒക്കെ ഉണ്ടാവുന്നത് നമ്മുടെ നട്ടെല്ലും സ്ഥിരാപടലങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. അത് നമുക്ക് സന്നിവേശിപ്പിച്ച ഒരു വ്യായാമ മുറ നമ്മുടെ പ്രപിതാമഹന്മാര് നമുക്ക് വേണ്ടി കരുതി വെച്ചു. ആ കരുതി വെച്ചതിനെ നമ്മൾ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സത്യം. അപ്പോ വളരെ വൈകിയാണെങ്കിലും ഈ ഒരു ആരോഗ്യ പരിപാലനത്തിന്റെ തീരത്തു കൂടെ സഞ്ചരിക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് ഏറെ ചാരിതാർത്ഥ്യം നൽകുന്നു. വിബെസ്റ്റിനെ സംബന്ധിച്ച്
നമ്മളൊക്കെ ഒരുപക്ഷെ ജയശ്രീ മാഡത്തിന് എങ്ങനെ അതിനോട് പ്രതികരിക്കുമെന്ന് അറിയില്ല. എഴുതിത്തള്ളിയ ജീവിതത്തിന് നമ്മൾ വീണ്ടും 100ഉം 120ഉം വർഷത്തേക്കുള്ള ആയുസ് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി രൂപീകരിച്ചെടുക്കുന്ന ഈ ഒരു കൂട്ടായ്മ സാധാരണക്കാർക്കിടയിൽ ജീവിക്കുമ്പോഴും അനിതര സാധാരണമായ വ്യക്തിത്വം ഉള്ളവരായി മാറണം എന്ന് തീരുമാനിച്ചുറച്ച ഒരു ചെറിയ ആൾക്കൂട്ടമാണ് വിബസ്റ്റ്. അതും ചിതറിയ ആൾക്കൂട്ടമല്ല, ഏക മനസ്സോടെ ഒരു കുടുംബം പോലെ ഒരു കൂടാരത്തിനുള്ളിൽ നമ്മൾ ഇങ്ങനെ ഒത്തുചേരുമ്പോൾ അത് നമുക്ക് ഏവർക്കും തരുന്ന ഒരു ആത്മവിശ്വാസം ചെറുതല്ല. ആ ചെറിയ കൂട്ടായ്മയിലേക്ക് ഇന്നത്തെ സുദിനത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ വ്യക്തിത്വങ്ങളെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന, നമുക്കറിയാം നമുക്കൊരു തണൽ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു മരം വെയിൽ കൊണ്ടേ പറ്റൂ. ഈ വിബസ്റ്റിനെ സംബന്ധിച്ചിട്ടും ഇത് തന്നെയാണ് വസ്തുത. നമുക്ക് വേണ്ടി എന്നും അഹോരാത്രം നമുക്ക് വേണ്ടി പല ചിന്തകളും വിട്ടുവീഴ്ചയില്ലാത്ത കാഴ്ചപ്പാടിന് വേണ്ടി നിലകൊള്ളുന്ന ഇതിന്റെ സൂത്രധാരൻ ബഹുമാനപ്പെട്ട ബൈജുപ്പാം സാറെ ഈ സുദിനത്തിൽ ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ കോർ ടീം അംഗങ്ങൾ ഒരു മരം കൊണ്ട് മാത്രം നമുക്കൊരു കാടാവില്ലല്ലോ, ഒരു മരം കൊണ്ട് മാത്രം നമുക്ക് കാവുകൾ സൃഷ്ടിക്കാനാവില്ല. ഇവിടെയാണ് കോർ ടീം അംഗങ്ങളായ ഐസക് സാറിന്റെയും ജോയ് ജോൺ സാറിന്റെയും സജീഷ് നെന്മാറുടെയും ഒക്കെ പ്രസക്തി. ഇവരുടെയൊക്കെ ഈ ഒരു സമ്മേളനം കൊണ്ട് തന്നെ നമുക്ക് സമ്പുഷ്ടമായ വിബസ്റ്റിന്റെ അകത്തളത്തിലേക്ക് ഇന്നത്തെ സുദിനത്തിൽ ഞാൻ ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ജോസ് കുര്യൻ സാർ, നായർ സാർ, ഇവരൊക്കെ മാർഗദർശികളായിട്ടുള്ള ഇവരെ കൂടി സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. വിബസ്റ്റിനെ മുമ്പോട്ട് നയിക്കുന്ന ഇതിന്റെ ലീഡേഴ്സ്, ഓരോ ലീഡറെയും എടുത്തു പറയുന്നില്ല. സസന്തോഷം അന്താരാഷ്ട്ര യോഗ ദിനത്തിലേക്ക്, ഇന്നത്തെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജോയ് ജോൺ സാറിനെ എടുത്തു പറയേണ്ടതുണ്ട്. നമ്മൾ ഇതുവരെ ഉപയോഗപ്പെടുത്താത്ത ഒരു അറിവിന്റെ ഉടമയാണ് ജോയ് ജോൺ സാർ. ജോയ് ജോൺ സാറിന്റെ യോഗ ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നത് നമ്മൾ യോഗ ചെയ്യേണ്ട ആവശ്യമില്ല. സാറിന്റെ കമന്ററി കേട്ടുകൊണ്ട് വെറുതെ ഇരുന്നാൽ തന്നെ നമ്മളിലേക്ക് ആരോഗ്യം എത്തുമെന്നുള്ള തോന്നൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത്രമാത്രം ഒരു വിദ്യാർത്ഥി മനസ്സോടുകൂടെ, ഒരു ഗവേഷണ വിദ്യാർത്ഥിയാണ് തീർച്ചയായിട്ടും നമ്മുടെ ജോയ് ജോൺ സാർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു യോഗ ക്ലാസ് നമ്മൾ ഏവരും ഉപയോഗപ്പെടുത്തണം. ജീവിതം തിരിച്ചു പിടിക്കണം. നമുക്കിനി സാധാരണക്കാരനായി സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവോട് പോവുക. നമ്മുടെ ഈ ക്ലാസ്സിനെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയൊരു ആരോഗ്യ വിപ്ലവം തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം. വിബസ്റ്റ് ആയിരിക്കണം ഇതിന് ഈ ലോകരാഷ്ട്രങ്ങൾക്കും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കേരളത്തിനെങ്കിലും നമുക്ക് മാതൃകയാവേണ്ടത് എന്നുള്ളത് വസ്തുത എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട ജയശ്രീ സോമരാജിനെ കൂടി പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട്, മറ്റ് ആരെയും വിട്ടുപോയില്ല എന്നാ തോന്നുന്നു. ഓക്കെ, ഏതായാലും മധുജിയുടെ പ്രാർത്ഥന അതെടുത്തു പറയേണ്ട പ്രാർത്ഥന തന്നെയാണ്. ഹൃദയം കൊണ്ട് തന്നെ സ്വീകരിച്ചുകൊണ്ട് ഓരോ വ്യക്തിത്വങ്ങളെയും വിബസ്റ്റിന്റെ അൾത്താരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്തോഷം, സ്നേഹം, നന്ദി. താങ്ക് യു. താങ്ക് യു മോഹനേട്ട. മോഹനേട്ടന്റെ വാക്കുകൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിനത്തില് ഏറെ സമ്പന്നമാണ്. അതില് മോഹനേട്ടന് പ്രത്യേകം നന്ദി പറയുന്നു. ഏറെ പ്രിയമുള്ള ബൈജുപാം സാർ, ഐസക് ജി, സജീഷ് നെന്മാറ സാർ, ജോസ് കുര്യൻ സാർ, നായർ സാർ, നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ ദിനം ഏറെ പ്രാധാന്യമറിയിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് 2014 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ആരംഭം കുറിച്ചത്. ഓരോ വർഷവും യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ചു വരികയാണ്. ഈ വർഷം യോഗാ ദിനത്തിന്റെ തീം നമ്മുടെ റോഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, യോഗ ഫോർ
സെൽഫ് ആൻഡ് സൊസൈറ്റി. ഇതിന് 2 ഇഫക്റ്റ് ആണുള്ളത്. നമുക്ക് സ്വയം വളരാനും അതുപോലെ നമ്മുടെ സൊസൈറ്റിയിൽ ഇടപെട്ടുകൊണ്ട് എല്ലാവരെ സെർവ് ചെയ്യാനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അപ്പോ യോഗ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് ഏറ്റവും കാര്യക്ഷമമായ ഒരു അറിവ് ഇന്നലത്തെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു സൊസൈറ്റിയെ മുഴുവൻ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് നമുക്ക് കിട്ടുകയുണ്ടായി. അതും ഒരു ആദിവാസി സമൂഹത്തെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അവരേതെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സാഹചര്യത്തില് യോഗ പ്രാക്ടീസിലൂടെ സമഗ്രമായി ജീവിതത്തെ പുനരുജ്ജീവിപ്പിക്കുവാൻ, ആ സൊസൈറ്റിയെ മുഴുവൻ അപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്നലെ സംസാരിക്കുകയുണ്ടായി. നമുക്കൊക്കെ അറിയാം, നമ്മളെ സംബന്ധിച്ച് യോഗ എന്ന് പറയുന്നത് നമുക്ക് അങ്ങ് ഒരു ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്തുക എന്നുള്ളൊരവസ്ഥയിലേക്കല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് ഏവർക്കും സാധാരണക്കാരെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, രോഗമുക്തി ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പരിപാലനം നടക്കണം. ഇത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ നമ്മുടെ അവയവങ്ങൾക്കൊക്കെ ഒരു ലാഘവത്വവും മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് സാധാരണക്കാരനെ സംബന്ധിച്ച് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഗികളെ സംബന്ധിച്ച് അതിൻ്റെ ഉയർന്ന തലങ്ങളുണ്ട്. ആ തലങ്ങളിലേക്കൊക്കെ ഉയർന്നു പഠിക്കുന്നവരെ സംബന്ധിച്ച് കൂടുതൽ അറിയാൻ കഴിയും. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ യോഗയുമായി വളരെ മുന്നോട്ട് പോയ നമ്മുടെ കോർ ടീം അംഗം ഐസക് ജി ആഹാര കാര്യങ്ങളിലും അതുപോലെ തന്നെ നാച്ചുറോപ്പതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമാണ്. ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റ് നമ്മുടെ ജയശ്രീ മാമുണ്ട്. ജയശ്രീ മാമിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുകയായിരുന്നു ഈ ശാന്തി പർവം എന്താണ് അതിൻ്റെ മീനിങ്ങിലേക്ക് നോക്കുകയായിരുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ മഹാഭാരത കഥയിലെ യുദ്ധത്തിന് ശേഷം എല്ലാവർക്കും ശാന്തി പൂജ അർപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് ശാന്തി പർവം. അപ്പോൾ തീർച്ചയായിട്ടും ശാന്തി പർവം എന്ന് പറയുന്നത് നമുക്കറിയാം, യോഗയിലൂടെ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പഠിതാക്കൾക്ക് അവരെ ശാന്തി പൂജ അർപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ശാന്തി പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യമാണ്. അതിന് തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ ജയശ്രീമാം വളർത്തിയെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ യോഗാ ദിനത്തില് മാമിൻ്റെ സാന്നിധ്യം നമ്മളെ തീർച്ചയായിട്ടും ഇൻസ്പയർ ചെയ്യുന്നു. മാമിനെ വളരെ ആദരവോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകൂടെ ചെയ്യാണ്. നമുക്ക് ഏതാനും വാക്കുകൾക്കായി നമ്മുടെ ബൈജുപാം സാറിലേക്ക് പോവാം. ബൈജുപാം സാർ, പ്ലീസ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. മനോഹരമായ ദിനം സമ്മാനിച്ച എല്ലാവർക്കും നന്ദി. ജയശ്രീ മാമിന് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റി കൊടുക്കാണ്. ഒരു നിമിഷം സാർ, നമ്മുടെ സജികുമാരൻ സാർ എത്തിയിട്ടുണ്ട്. സജികുമാരൻ സാർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സജികുമാർ സാർ നമ്മുടെ തീർച്ചയായിട്ടും ഈ നമ്മുടെ VBSൽ യോഗ ആരംഭിക്കുന്നത് സജീവകുമാരൻ സാറും ഞാനും കൂടിയായിരുന്നു. സജീവ് സാർ വളരെ തിരക്കുള്ള ഒരു യോഗ പ്രാക്ടീസ് കൂടിയാണ്. വിദേശങ്ങളിലും അതോടൊപ്പം തന്നെ കണ്ണൂരുന്ന ഒരു വലിയ സ്ഥാപനത്തിന് ഉടമയാണ് സജീവകുമാരൻ സാർ. അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞാൻ ഓവർ ടു ബൈജു പാം. താങ്ക് യു സോ മച്ച്. നമസ്കാരം സജീവകുമാർ സാർ, വെൽക്കം. താങ്ക് യു. താങ്ക് യു. സദ്ഗുരുവിന്റെ ഒരു കോട്ട് മാത്രം പറയുന്നു. VBSുമായിട്ട് ഏറ്റവും യോജിക്കുന്ന ഒരു കോട്ടായതുകൊണ്ടും അതുപോലെ തന്നെ യോഗയെ ലോകം മുഴുവൻ എത്തിക്കാനുള്ള പരിശ്രമത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ് 2014 UN അല്ലെങ്കിൽ ലോകരാഷ്ട്രസഭ മുന്നിൽ വെച്ചത് യോഗാ ദിനം എന്നാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ ഡേ. ഉത്തരാർദ്ധ ഗോളത്തിലെ ഏറ്റവും നീണ്ട ദിനമാണ് ജൂൺ 21. അതുകൊണ്ടാണ് ഈ ഡേയും കൂടി സെലക്ട് ചെയ്തത്. നമുക്ക് സദ്ഗുരുവിന്റെ കോട്ട് ഇങ്ങനെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്.
ഈ ലോകത്തിനായി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം സന്തോഷവും പരമാനന്ദവും നിറഞ്ഞ മനുഷ്യരാവുക. ഈ ലോകത്തിനായി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം സന്തോഷവും പരമാനന്ദവും നിറഞ്ഞ മനുഷ്യനാവുക എന്നതാണ്. സദ്ഗുരു ഇതാണ് ഭാരതം ലോകത്തിന് നൽകുന്ന വാഗ്ദാനം. 1983 സ്വാമി വിവേകാനന്ദന്റെ ഒരു ഒറ്റ അഭിസംബോധനയോട് കൂടിയാണ് ലോകം ഭാരതത്തെ കൂടുതൽ ശ്രദ്ധിച്ചത്. അതിനു മുമ്പേ ഭാരതം പ്രകീർത്തിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ നടുനിവർന്ന് അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടു കൂടി നിൽക്കുന്നത് യോഗ എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ സംഭാവനയിലൂടെയാണ്. നമ്മുടെ കോട്ട് ചേർത്ത് വെക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും ഗുണം കിട്ടുന്ന ഒരു കൊച്ചു കാര്യം കൂടി. അത് നമ്മുടെ കോട്ട് മറ്റൊരു കോട്ടാണ്. മറ്റുള്ളവരുടെ പുഞ്ചിരി കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷേ അതിന്റെ പിന്നിലുള്ള കാരണം നിങ്ങളാണെന്ന് അറിയുമ്പോൾ അതിയായ സന്തോഷം ഉണ്ടാവും. ഇന്ന് ജോയ് ജോൺ സാറും അതുപോലെ തന്നെ ജയശ്രീ മാമും ഐസക് സാറും സജി സാറും ഇന്ദു ടീച്ചറും ഒക്കെ ഈ സന്തോഷം അനുഭവിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അനുഭവിക്കുന്നതാണ്. എന്താ? മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ അതിന്റെ പിന്നിലുള്ള കാര്യം നിങ്ങളാണെന്ന് അറിയുന്ന മഹത്തായ ഒരു സന്തോഷം. ആലോചിച്ച് നോക്കൂ, എത്ര സുന്ദരമാണത്. ജയശ്രീ മാം എവിടെ ചെന്നാലും മാമിന്റെ മുഖത്തെ ചിരി നമുക്കിപ്പോ കാണാം. അതെ, സംസാരിക്കുമ്പോ അറിയാം. അതിന്റെ പിന്നിലെ രഹസ്യം ഇതാണ്. ഇന്ന് ലോകത്ത് ജയശ്രീ മാമിനെ കാണുന്ന ചിരിക്കു പിന്നിൽ ജയശ്രീ മാമും ജയശ്രീ മാമിന്റെ ശാന്തി പർവവുമാണ് എന്ന സത്യം. ഇതുപോലെ ജോയ് ജോൺ സാറ് ഇപ്പൊ മോഹനേട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഇനി പറയാൻ പോകുന്നത് പോലെ ആ സന്തോഷത്തിന്റെ പിന്നിലുള്ള കാര്യം ഇതാണ്. അതിനു വേണ്ടി ചെയ്തത് മഹത്തായ കാര്യമാണ്. സന്തോഷവും പരമാനന്ദവും നിറഞ്ഞ മനുഷ്യരായി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അവര് യോഗയിലൂടെ കഴിയും. അപ്പൊ ഇന്ന് ലോകത്തിനെ ഒരേ ഒരു ആശ്വാസം, ആരോഗ്യമുള്ളവരാകണോ, സന്തോഷമുള്ളവരാകണോ, പരമാനന്ദത്തിലേക്ക് പോകണോ, ഓൺലി വൺ സൊല്യൂഷൻ, യോഗയിലേക്ക് വരൂ. ഒപ്പം വി ബെസ്റ്റ് ആവും. രാവിലെ എഴുന്നേറ്റ് വരുന്നത് മാത്രമല്ല, വി ബെസ്റ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു നമ്മളോട് ഏറ്റവും ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ കൂടിയാണ് ജയശ്രീ മാം. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല, ഫാമിലിയിലേക്ക് പോകുന്നു. എല്ലാവർക്കും ഈ ദിനത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നമുക്ക് കൂടുതൽ സന്തോഷവും പരമാനന്ദവും നിറഞ്ഞ മനുഷ്യനാകാം. നന്ദി. താങ്ക് യു സർ. അറിയാം, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ യോഗയിലേക്ക് വന്നിട്ട് കുറേ വർഷങ്ങളായി. പക്ഷെ ഒരു യോഗ ട്രെയിനർ ആയി മറ്റുള്ളവരെ പരിശീലിപ്പിക്കുന്ന തലത്തിലേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നു 2.5 വർഷമേ ആയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ അതിന്റെ ഗുണഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ പരിശീലനത്തിലൂടെയാണ്. അപ്പോഴാണ് അതിന്റെ പെർഫെക്ഷനിലേക്ക് എത്തിയത്. അപ്പോ അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് നമ്മുടെ നാഥൻ ബൈജുപാൽ സാറിനോട് തന്നെയാണ്. കാരണം സാറാണ് ഒരു പരിശീലനം ആരംഭിക്കണം. ഞാൻ യോഗ പഠനത്തിൽ താല്പര്യമുള്ള ആളാണ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നിർദ്ദേശിച്ചത്. അതിലൂടെയാണ് തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ ഏതൊരു കാര്യവും പഠിക്കുമ്പോഴല്ല, പക്ഷെ പരിശീലിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ അറിവുകളിലേക്ക് എത്തുന്നത് എന്ന് ബോധ്യപ്പെട്ട ആളുകളായിരുന്നു കഴിഞ്ഞ 2.5 വർഷക്കാലം. താങ്ക് യു വെരി മച്ച് ഗൈസ് സാർ. ഓക്കെ, നമുക്ക് നമ്മുടെ യോഗാചാര്യ ജയശ്രീ മാമിലേക്ക് പോവാം. ജയശ്രീ മാമിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇന്ന് ഒരു സ്ഥാപനം തുടങ്ങി വെച്ചതെന്ന് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് ശാന്തിയും സമാധാനവും നൽകുന്ന ശാന്തി പർവ്വത്തിന്റെ ഞാൻ സ്നേഹോഷ്മമായി സ്വാഗതം ചെയ്തു. മാം, ഏതാനും വാക്ക്. ഇവിടെ ഉള്ള എല്ലാ
വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഞാൻ ഈശ്വരന്റെ നാമത്തിൽ എൻ്റെ നമസ്കാരം സമർപ്പിക്കും. എന്നും ശീലമുള്ളതാണ് യോഗ സെഷൻ എന്താണെങ്കിലും ഒരു പ്രാർത്ഥനയോടുകൂടി, അതായത് പതഞ്ജലി മുനിയെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാന്നുള്ളത്. ഇവിടെ പ്രാർത്ഥന ഓൾറെഡി കഴിഞ്ഞു, എന്നാലും എൻ്റെ ശീലം അതായതുകൊണ്ട് അതിനും കൂടി ഞാൻ നിങ്ങളുടെ സമയം എടുക്കുകയാണ്. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. യോഗേന ചിത്തസ്യ പദേന വാചാ മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാ പതഞ്ജലി പ്രാഞ്ജലിരാണതോസ്മി. മാനവരാശിക്ക് മനസ്സിന്റെ അശുദ്ധി നീക്കം ചെയ്യാനും ശരീരത്തിന്റെ അശുദ്ധി നീക്കം ചെയ്യാനും നമ്മുടെ വാക്കിന്റെ അശുദ്ധി നീക്കം ചെയ്യാനും മനസ്സിന്റെ അശുദ്ധി യോഗയിലൂടെയും ശരീരത്തിൽ നിന്നുള്ള മാലിന്യം നീക്കം ചെയ്യാൻ ആയുർവേദത്തിലൂടെയും അതുപോലെ തന്നെ നമ്മളുടെ വാക്കിന്റെ എല്ലാ തെറ്റുകളും വ്യാകരണത്തിലൂടെയും നീക്കം ചെയ്യാൻ മാനവരാശിക്ക് ആ മഹാമുനി നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന ആ മഹാമുനിയുടെ മുന്നിൽ നമ്മൾ ഇരു കൈകളും ചേർത്ത് നമസ്കരിക്കുന്നു എന്നാണ് ആ ഒരു പ്രാർത്ഥനയുടെ ഉള്ളടക്കം. തുടക്കത്തിൽ തന്നെ എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വി ബെസ്റ്റ്, ആ പേര് തന്നെ നമ്മളെ ആ ഒരു ഏറ്റവും ശ്രേഷ്ഠമായതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ആ ഒരു കൂട്ടായ്മയിലേക്ക് എന്നെയും കൂടി ഇവിടേക്ക് ക്ഷണിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷവും അതോടൊപ്പം നന്ദിയും പ്രകടിപ്പിക്കുകയാണ്. ആദ്യം തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ഞാനും ഈ ഒരു യോഗ എന്ന് പറയുന്ന ഈ പാതയിൽ ഒരു ശിശു തന്നെയാണ്. ഇങ്ങനെയൊന്നും സംസാരിക്കാനുള്ള ഒരു തലത്തിലേക്ക് പോലും ഞാൻ വന്നിട്ടില്ല. ഞാനൊരു യോഗ അഭ്യസിപ്പിക്കുന്നു, അതോടൊപ്പം എൻ്റെ ക്ലാസ്സിലുള്ളവർക്ക് അതിനെക്കുറിച്ച് കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ ഇതുപോലെ യോഗ ഡേ വരുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്കും ആയിട്ടൊക്കെ നിങ്ങളെ പോലുള്ളവരുടെ മുന്നിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന എന്നെക്കാളും നന്നായിട്ട് ഈ ഒരു പദ്ധതിയെക്കുറിച്ച്, യോഗ എന്ന ആ ഒരു ഉത്തമ പദ്ധതിയെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവർ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ആദ്യം തന്നെ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു കർത്തവ്യത്തിലേക്ക് കടക്കുന്നത്. നമുക്കറിയാം ഇന്ന് 10ാമത്തെ ഇന്റർനാഷണൽ യോഗ ഡേ ആചരിക്കുകയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പലതും ഇവിടെ ബൈജു സാറും ജോയ് സാറും ഒക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനിനി എന്ത് പറയുന്നുള്ള ഒരു വിഷമത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ഇപ്രാവശ്യത്തെ യോഗ തീം തന്നെ, ഇന്റർനാഷണൽ യോഗ ഡേയുടെ തീം തന്നെ നമ്മുടെ സെൽഫ് ആൻഡ് ഫോർ സൊസൈറ്റി, യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അതൊരു ശ്ലോകത്തിലൂടെ പറയാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായത്. നമ്മുടെ മോക്ഷത്തിനായിട്ട് സഞ്ചരിക്കുന്ന ഈ മാർഗം, അതിനിടയിൽ അത് ജനത്തിന്റെയും കൂടി നന്മയ്ക്ക് വേണ്ടിയുള്ളതാവണമെന്നാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും യോഗയെ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്: ദ സ്റ്റേറ്റ് ഓഫ് വെൽബീങ് അറ്റ് ഫിസിക്കൽ, നോട്ട് അറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ and not merely the absence of disease or infirmity. ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം നമ്മളുടെ ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യമായി ഇരിക്കുക എന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥ എന്നല്ല, അത് ഫിസിക്കൽ ലെവൽ ആയിരിക്കണം, മെന്റൽ ലെവലിലായിരിക്കണം, സോഷ്യൽ ലെവലും കൂടി ആയിരിക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ മനസ്സിലാക്കാം, നമ്മളെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹിക ജീവിയാണ്. അപ്പോൾ നമ്മളുടെ ഓരോ പ്രവർത്തനവും അത് സമൂഹത്തിനോടും കൂടി നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ഒരു പൂർണ്ണ ബോധത്തോടു കൂടി വേണം നമ്മൾ ഓരോ ദിവസവും, നമ്മളുടെ ഓരോ നിമിഷവും നമ്മൾ
കൊണ്ടുപോകണം. പിന്നെ ഇപ്പം യോഗയിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പതഞ്ജലി മുനി യോഗ സൂത്രാസിൽ പറയുന്നത്, നമ്മള് എന്തിനാണ് യോഗ ചെയ്യുന്നത്? ഇപ്പോ പൊതുവെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യോഗ എന്ന് പറയുമ്പോൾ ആദ്യം അവരുടെ മനസ്സിലെത്തുന്നത് ഇത് എന്തോ വളച്ചൊടിച്ച് നിർത്തുന്ന ഒരു ശാരീരിക തലത്തിൽ ഗുണം കിട്ടാൻ ചെയ്യുന്ന ഏതോ ഒരു പദ്ധതിയാണ്. പതഞ്ജലി യോഗ സൂത്രാസ് ആദ്യത്തെ ശ്ലോകം പറയുന്നത് തന്നെ യോഗ ചിത്തവൃത്തി നിരോധ, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഉപാധിയാണ് യോഗ. അതുപോലെ തന്നെ വേറൊരു ആൻഷ്യൻ ടെസ്റ്റിൽ പറയുന്നത്, യോഗ വസിഷ്ഠ എന്ന് പറയുന്ന ടെക്സ്റ്റ് പറയുന്നത് മനപ്രേഷ മനോ ഉപായ ഇതി അഭ്യതേ യോഗ. ഒരു സ്കിൽഫുൾ മെത്തേഡാണ് മനസ്സിനെ കാം ഡൗൺ ചെയ്യാനുള്ളത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ക്ലിയർ ആണ്. ഞാൻ ഇതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് നല്ല ഗുരുക്കന്മാർ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാനുള്ളതെല്ലാം ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും കൂടി നന്നായിട്ട് അത് മനസ്സിലേക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പൊ മനസ്സാണ് എല്ലാ പ്രശ്നങ്ങളുടെയും, നമ്മുടെ മനുഷ്യരുടെ എല്ലാ സഫറിങ്സിനും മുന്നില് ഏറ്റവും ഉത്തരവാദിത്വം മനസ്സിനാണ്. മനസ്സാണ് എല്ലാത്തിന്റെ ഉത്ഭവസ്ഥാനം. നമുക്കറിയാം, ഇന്ന് നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എടുത്തു നോക്കിയാൽ ഇന്നത്തെ ഏറ്റവും കൂടുതൽ എല്ലാ അസുഖങ്ങളും ബന്ധപ്പെട്ടത് മനസ്സുമായിട്ട് ബന്ധം. സൈക്കോസൊമാറ്റിക് ഡിസീസ്, ആദിത്യ വ്യാധി, ആദിയിൽ നിന്ന് വ്യാധി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അപ്പൊ ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഒരു സൈക്കോളജി സ്റ്റഡിയാണ് ശരിക്കും പതഞ്ജല യോഗ സൂത്രാസ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് അവന്റെ പ്രശ്നങ്ങളിൽ നിന്ന് മുന്നിലേക്ക് അത് വളരെ സുന്ദരമായിട്ട്, ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും വളരെ സുന്ദരമായിട്ട് അതിനെല്ലാം അതിജീവിച്ച് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തിപ്പിടിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് യോഗ. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയത്, ഒരു ജീവിതചര്യ എന്ന് പറയുമ്പോൾ യോഗയെ ഒരു ജീവിതചര്യയായിട്ട് കാണുമ്പോൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരമായ ഒരു ഭാഗമാണ് ഏറ്റവും രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത്. അതില് വി ബെസ്റ്റിന്റെ പങ്ക് ഒരു തരത്തിലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു കൂട്ടം ആൾക്കാരെ, നമുക്ക് ഈ ലോകത്ത് എല്ലാവരെയും നമുക്ക് ഒരു പക്ഷേ നമ്മൾക്ക് നല്ല രീതിയിലേക്ക് നമ്മൾ ഒരാളെ കൊണ്ട് സാധ്യമാവുന്നതല്ല ഈ ലോകം മുഴുവനും. പക്ഷെ അങ്ങനെ വിചാരിച്ച് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ അർത്ഥമില്ല. ചിലപ്പോ 100 പേരെ നമ്മൾക്ക് ഈ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചാൽ ചിലപ്പോൾ അതിൽ ഒരാളായിരിക്കും അത് ശരിക്കും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ ഒരാള് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലുതാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഈ ഒരു നല്ല കൂട്ടായ്മ, അതും ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി, ഇന്ന് ഞാൻ ആ മെഡിറ്റേഷന്റെ ഒരു കുറച്ച് ഭാഗം ഞാൻ കേട്ടു. നിങ്ങൾ നിങ്ങളുടെ ആ വിഷൻ ബോർഡിലേക്ക് വരിക എന്നുള്ള ആ ഒരു, ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ ഒരു പ്രഭാതത്തെ കൊണ്ടുപോകാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് പോലും പറ്റിയിട്ടില്ല. ഞാനിപ്പോ യോഗ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു പ്രത്യേകമായിട്ടൊരു ലക്ഷ്യം അവിടെ എത്തിച്ചേർക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അതിന് ഞാൻ ഒന്നും കൂടി ബൈജു സാറിനെ ഒന്നും കൂടി അഭിനന്ദിക്കുകയാണ്. അതിലേക്ക് എത്തിച്ചേരാൻ ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾ എല്ലാവരും ശരിക്കും ഭാഗ്യം ചെയ്തവരാണ്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് തോന്നുന്നു എന്നോട് ഒരു സൂചന തന്നിരുന്നു ഇവിടെ സ്ത്രീകളാണ് ഈ ഒരു കൂട്ടായ്മയിൽ കൂടുതലെന്ന്. അപ്പൊ സ്ത്രീകളെ യോഗ എത്രത്തോളം അത് സ്ത്രീകൾക്ക് മാറ്റം ഉണ്ടാക്കും, എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് യോഗ, അതിലൊരു തർക്കവുമില്ല. എന്നാൽ പോലും നമുക്കറിയാം സ്ത്രീകളാണ് എപ്പോഴും ഒരു ലൈഫ്, അവരുടെ ചെറുപ്രായം തൊട്ട് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അവരാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങളെ റിസീവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക്, ചേഞ്ചസ് എപ്പോഴും ഫേസ് ചെയ്യുന്നത് സ്ത്രീകളാണ്. അത് ശാരീരിക തലത്തിലായാലും മാനസിക തലത്തിലായാലും അവര് ചെന്നെത്തുന്ന സാഹചര്യങ്ങളും എല്ലാം വ്യത്യസ്തമാണ്, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്നത്. ശാരീരിക തലത്തിലും അതാ, സ്ത്രീകൾ പ്രസവത്തോടു കൂടി അവർ ഒരുപാട് മാറാറുണ്ട്. അപ്പൊ ഇതെല്ലാം അവർ ഒരുപാട്
മാനസിക സമ്മർദ്ദത്തിലേക്ക് മിക്ക സ്ത്രീകളെ എത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീകളും യോഗ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വരികയാണ് ഇന്നത്തെ കാലത്ത്. നമുക്കറിയാം, ഒരു പെൺകുട്ടി ഇന്നത്തെ കാലത്ത് നമ്മളെ ഒരുപാട് വാർത്തകൾ കേൾക്കാറുണ്ട്. കൗമാരപ്രായമൊന്നുമല്ല, അതിലും ചെറിയ പ്രായം തൊട്ട് തന്നെ, ഞാനൊക്കെ അത് ഇവിടെ സംസാരിക്കാവോ എന്നറിയില്ല, എങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങള് ഫേസ് ചെയ്താണ് ആ ഒരു കുഞ്ഞു പ്രായം തൊട്ട് സ്ത്രീകൾ കടന്നു പോകാറുള്ളത്, അറിഞ്ഞും അറിയാതെയും ഒക്കെ. അപ്പൊ ഒരു കുട്ടി ഒരു കൗമാരപ്രായം കഴിഞ്ഞ് ഒരു വിവാഹിതയാവാൻ തയ്യാറാവുമ്പോൾ ഈ ഒരു പഴയ കാലഘട്ടത്തിൽ അവരെ സ്വാധീനിച്ച് പലതും അവരിൽ ഉണ്ടാവും, അവരറിയാതെ ഉണ്ടാവും, സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവും. കുഞ്ഞു പ്രായത്ത് വരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പലതും ചിലപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ വരെ ഉണ്ടാവും. അത് അവരുടെ ജീവിതം, അവരുടെ വിവാഹ ജീവിതത്തെ പോലും ചിലപ്പോൾ ബാധിക്കാൻ കാരണമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ ഇനിയെങ്കിലും നമ്മളെ അമ്മമാരായാലും അച്ഛന്മാരായാലും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പെൺകുട്ടികളെ ഒന്ന് യോഗ ക്ലാസ്സിലൊക്കെ നേരത്തെ വിട്ടു തുടങ്ങാം. ഞാൻ ഇതിനെ എൻ്റെ ഒരു ബിസിനസ് പ്രൊമോഷൻ ആയിട്ടല്ല കേട്ടോ പറയുന്നത്, എൻ്റെ അടുത്ത് വിടണമെന്നും അല്ല പറയുന്നത്. എവിടെയാണോ നല്ല ഒരു യോഗ ഇൻസ്റ്റിറ്റ്യൂഷനുള്ള അല്ലെ നല്ലൊരു ടീച്ചറെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നത്, അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടികളെ പറഞ്ഞു വിടും. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ഈ മെഡിറ്റേഷനും ഇതുപോലെ നമ്മൾ പല റിലാക്സിങ് ടെക്നിക്സ് ഒക്കെ കൊടുക്കുമ്പോൾ അത് അവർക്ക് അതിലൂടെ ചില കുട്ടികളെ ട്രോമ അങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് ഒരു പരിധി വരെ അതിൽ നിന്നെല്ലാം മുക്തമാവാൻ സാധിക്കും. ഇതാവേണ്ടത് എന്തുകൊണ്ടാണെന്ന്, എന്താണ് ഇതിന്റെ ആവശ്യം എന്ന് ചിലപ്പോൾ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു, നമ്മള് പല സ്റ്റേജസ്, ചിലപ്പോ പ്രേമ നൈരാശ്യം തന്നെ ആവാം, ഒന്നും മോശം ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ അബ്യൂസ് ആയിരിക്കാം. ഇതെല്ലാം നേരിട്ട് ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ആ കുട്ടി ഗർഭിണിയാവുമ്പോൾ ആ കുട്ടി, നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഒരു പുതിയൊരു ജനറേഷനാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത്. ആ അമ്മ പ്രിപ്പയർ ആവുകയാണ്. അപ്പൊ ആ അമ്മയുടെ മാനസികാവസ്ഥ നമ്മളൊന്നും മനസ്സിലാവാത്ത രീതിയിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ചിന്തിക്കാറുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അവർ പോകുന്നുണ്ട് മനസ്സിലൂടെ. അതിനോടൊപ്പം തന്നെ അവർക്ക് ഓൾറെഡി ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് ഞാനിപ്പോ പറഞ്ഞത്, നമുക്ക് നമ്മുടെ കുട്ടികളെ, കുറച്ച് പെൺകുട്ടികളെ പ്രത്യേകിച്ച് കുറച്ച് നേരത്തെ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വിടാൻ സാധിച്ചാൽ അവരിൽ ജനിക്കുന്ന കുഞ്ഞ് ഉറപ്പായിട്ടും ഈ സമൂഹത്തിന് ഏറ്റവും നന്മ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു കുട്ടി തന്നെ ആയിരിക്കും. അതിൽ യാതൊരുവിധ സംശയമില്ല. മാത്രമല്ല, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഭീഷണി നേരുന്ന ഇന്ന് കുട്ടികൾ അടിമപ്പെടുന്ന പല മോശം സ്വഭാവവും കെട്ടുകളൊക്കെയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ അങ്ങനെ ഒരു സമൂഹം ഇനി വരുന്ന കാലത്ത് ഉണ്ടായാൽ മാത്രമേ നമുക്കൊക്കെ ഒന്ന് സമാധാനത്തോടു കൂടി ഈ ലോകത്തെ കാണാൻ പറ്റുള്ളൂ. ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ ഈ തിരിച്ചു വരികയാണ്, നമ്മുടെ മനസ്സ് എന്താണ്. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ ഇപ്പം ഒരു യോഗ സാധകനെ സംബന്ധിച്ച്, ഇപ്പൊ യോഗ മനസ്സിലാക്കി അതിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് എങ്ങനെ വേണം എന്ന് പതഞ്ജലി മുനി പറയുന്നുണ്ട്. നമ്മളുടെ ചിത്ത പ്രസാദനം അല്ലെ, നമ്മുടെ മനസ്സിനെ എപ്പോഴും സന്തോഷമായിട്ട് ആ ഒരു പ്രസാദമായിട്ട് വെക്കുക. ആ വാക്ക് തന്നെ ചിത്തപ്രസാദനം എന്ന് പറയുന്നത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പതഞ്ജലി പറയുന്നുണ്ട് ഒരു ശ്ലോകത്തിലൂടെ. അപ്പൊ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഓരോ കാറ്റഗറി ഓഫ് ആൾക്കാരെയാണ് നമ്മൾ ഡെയിലി കാണുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരോട് നമ്മളുടെ സമീപനം, ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിലനിർത്തിയാൽ അത് ആർക്കാണ് ഗുണം? നമ്മൾ ഈ സാധക പാതയിൽ പോകുമ്പോൾ നമ്മളുടെ ചിത്തപ്രസാദനം അതുപോലെ നിലനിർത്താൻ സഹായിക്കണമെങ്കിൽ ഈ സമൂഹത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം ഓരോ തലത്തിലുള്ള ആൾക്കാരോട്. അതിലുള്ള ശ്ലോകത്തെ അതായത് 1-ാമത്തെ ചാപ്റ്റർ 33-ാമത്തെ ശ്ലോകമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ തെറ്റുണ്ടോ എന്നുള്ള എനിക്കൊരു ഓർമ്മയില്ല, ഞാൻ ഒരുപാട് നാളായി. എന്തായാലും അത് വേണമെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് ഒന്ന് നോക്കാം. മൈത്രീ കരുണാ മുദിതോപേക്ഷ സുഖദുഃഖ പുണ്യ അപുണ്യ വിഷയാണാം ചിത്തപ്രസാദനം എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് മൈത്രി എന്നുള്ള വാക്കറിയാം, ഫ്രണ്ട്ലിനെസ്. ആരോടാണ് നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണ്ടത്?
നമ്മളുടെ ചുറ്റുവട്ടത്തും നമ്മൾ കാണുമ്പോൾ ഏറ്റവും സുഖകരമായിട്ട്, സുഖത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, എല്ലാ സമൃദ്ധിയോടുകൂടി ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ ചുറ്റുവട്ടത്ത്. അയൽപ്പക്കത്തുണ്ടാവും, ബന്ധുക്കളുടെ ഇടയിലുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് ഒരു 6 മണിക്ക് ഒരു സെഷൻ ഉണ്ട്, ഒരു കോള് വരുന്നു, ഒരു സെക്കൻഡ്. അവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്, ഗസ്റ്റിന്റെ കോളാണ്. ഞാൻ ഒരു സെക്കൻഡ്. മൈക്ക് മ്യൂട്ടാണ്. ഞാൻ ബൈജു സാറിനോട് പറഞ്ഞിരുന്നു, ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ക്ലാസ് എനിക്കും ഉണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട് 6 മണിക്ക് ഓൺലൈൻ തന്നെ. അപ്പൊ ഞാൻ ഒന്ന് വേഗം ഈ ഒറ്റ ഒരു ശ്ലോകത്തില് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചിത്തപ്രസാദനം നിലനിർത്താം എന്നുള്ളത് പറയാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മളുടെയൊക്കെ മനോഭാവം പൊതുവെ നമ്മളെക്കാളും സുഖം അനുഭവിക്കുന്നവരോട് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവെ നമ്മൾ അറിഞ്ഞല്ലെങ്കിലും നമുക്കൊരു അസൂയയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ കാണുന്നവരെ അവരെ നമ്മൾ ഫ്രണ്ടായിട്ട് കണ്ട് ആ സുഖം നമ്മുടെയും കൂടി സുഖമാണെന്ന് വിചാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മള് അഭ്യാസത്തിലൂടെ ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമത്തത് കരുണ എന്ന വാക്കാണ്. അപ്പൊ കരുണ എന്ന് പറയുമ്പോഴേ അതും നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടത്ത് വിഷമതകളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് നമ്മള് കരുണയോടുകൂടി വേണം. ആ ദുഃഖം നമ്മുടെയും കൂടി ആണ്. അല്ല നമ്മളത് വെറുതെ സഹതപിക്കാന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെ കൊണ്ടാവുന്ന എന്തെങ്കിലും ഒരു വാക്കോ അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമോ അല്ല സാമ്പത്തികം, നമ്മുടെ കഴിവനുസരിച്ച്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാനൊരു പ്രോത്സാഹനം, അതൊരു സപ്പോർട്ട്, അത്രയെങ്കിലും നമ്മള് ചെയ്യുക. അതാണ് ശരിക്കും കരുണ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതാണ് പുണ്യപ്രവൃത്തി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ പൊതുവായ നമ്മളെപ്പോഴും എന്താ പറയാ, ആൾക്കാരെ ജഡ്ജ് ചെയ്യലാണ് നമ്മുടെയൊക്കെ അല്ലേ? ഈ ജഡ്ജ്മെന്റ് ഇല്ലാതെ നമ്മൾ ആൾക്കാരെ കാണണം എന്നാണ് യോഗയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. നമ്മൾ ഈ മുൻവിധിയോട് കൂടി ആൾക്കാരെ കാണാതിരിക്കും. ചില സ്ഥലത്ത് വേണം, ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇനി നിങ്ങൾ ആ രീതിയിൽ എടുക്കണ്ട, സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരു മുൻവിധി വേണം. എന്നാലും നമ്മള് പുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളൊക്കെ എന്താ സാധാരണ പറയാ, ഇപ്പൊ ഒരു സമൂഹത്തിലെ ഒരു വിശിഷ്ട സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പ്രമുഖ വ്യക്തി എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയും, ഓ അത് അയാൾ പേരിന് വേണ്ടി ചെയ്യുന്ന, അല്ലെങ്കിൽ അത് അയാൾ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നു. അപ്പൊ നമ്മൾ അങ്ങനെയാണ് എല്ലാ പുണ്യപ്രവൃത്തിയും മിക്കപ്പോഴും വിലയിരുത്തുന്നത്. അവിടെ അങ്ങനെ വേണ്ടെന്നാണ് പതഞ്ജലി മുനി പറയുന്നത്. അവിടെ അങ്ങനെ ചെയ്യുന്നവരെ അനുമോദിക്കുക, ഒന്നും നോക്കണ്ട, നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അത് നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്നൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നെ വരുന്നതാണ് അപുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ. അപുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരാളെ നമ്മൾ പാതയിൽ പോകുന്ന ഒരാള് ഉപേക്ഷ വിചാരിക്കുന്നതാണ് നല്ലതെന്നാണ് പതഞ്ജലി പറയുന്നത്. അപ്പം നമ്മൾ സാമൂഹ്യപരമായിട്ട് ചിന്തിക്കുമ്പോൾ ചോദിക്കും, അങ്ങനെയാണോ വേണ്ടത്, നമ്മൾ അതിനെ തിരുത്തല്ലേ വേണ്ടേ, അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. അത് പലപ്പോഴും ചിലപ്പോൾ ആപത്തിലേക്ക് പോകും. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാവരും നമുക്ക് അങ്ങനെ പറഞ്ഞു തിരുത്താൻ പറ്റുന്ന ആൾക്കാരൊന്നും അല്ല. ഒന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും വെട്ട് രണ്ട് എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഉപേക്ഷ വിചാരിക്കുക, അതിലേക്ക് നമ്മൾ അവരോടൊപ്പം കൂട്ടുകൂടാതെ മാറി നടന്ന് പറ്റുമെങ്കിൽ അവർക്ക് നല്ല മനസ്സ് തോന്നണേ എന്ന് പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് പറ്റും. അപ്പൊ ഇത്തരത്തിൽ നമ്മള് ഈ ഒരു രീതിയിലാണ് നമ്മുടെ സമീപനമെങ്കിൽ അവിടെ ആർക്കാണ് സന്തോഷം? ആരുടെ മനസ്സാണ് കളങ്കമില്ലാതെ പോകുന്നത്? നമ്മുടെ മനസ്സ്. അപ്പം എല്ലാവരും ഈ ഒരു ശ്ലോകം ഉൾക്കൊള്ളുക. നിങ്ങളുടെ എല്ലാവരുടെ ജീവിതം ഇപ്പോൾ ഉള്ള നിലവാരം മോശം എന്നല്ല പറയുന്നത്. യോഗ എന്ന ആ പദ്ധതി നിങ്ങളുടെ നിലവിലുള്ള ജീവിത നിലവാരത്തെ എല്ലാ തലത്തിലും ഒന്നും കൂടി ഉയർത്തിപ്പിടിക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഈ ഒരു കൂട്ടായ്മ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളെ എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ഇത്രയും നല്ലൊരു കൂട്ടായ്മയിലേക്ക് കുഞ്ഞൊരു ഭാഗമായിട്ട് വരാൻ എന്നെ ക്ഷണിച്ച ബൈജു സാറിനോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതിലുള്ള എല്ലാവരോടും, എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റിയില്ല, നമുക്കിപ്പോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും ഇന്നത്തെ കാലത്തിനനുസരിച്ച് അതും നന്നായിട്ട് ഉപയോഗിക്കാൻ എല്ലാം സാധിക്കുന്ന ബൈജു സാറിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you. Thank you. Thank you, Jayashree ma'am. Thank you very much. Jayashree ma'am, you did a great job. Thank you so much.
താങ്ക് യു. അപ്പൊ ഞാനൊന്ന് ലീവ് ചെയ്തോട്ടെ, എന്റെ ലോഗിൻ ചെയ്യേണ്ട സമയം. താങ്ക് യു ഓക്കെ മാം, ഓക്കെ താങ്ക് യു മാം, സോ താങ്ക് യു മച്ച്. വെരി മച്ച്. ഞങ്ങളോട് കാണിച്ച യോഗയെ സ്നേഹത്തിന് സംബന്ധിച്ച് ഈ സമയം വളരെ ടൈറ്റ് ആണെന്ന് അറിയാം. ഇന്ന് വൈകുന്നേരം വരെ പ്രോഗ്രാം ആണ്. വൈകുന്നേരം അല്ല, കിടക്കുന്നത് വരെ ട്രെയിനിങ് ആണ്. അതെ അതെ, പ്രോഗ്രാംസ് എനിക്ക് 1 മണിക്കൂറേ ഉള്ളൂ ഫ്രീ ഇന്ന്. ഓക്കെ ഒന്നല്ല ഓക്കെ, 2 സന്തോഷം. അങ്ങനെ ആയിക്കോട്ടെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. മാം ലീവ് Yes. ചെയ്തു. സന്തോഷം ചേച്ചി. ബുക്കിന്റെ പേര് ഒന്ന് പറയോ? ഒരു ബുക്കിനെ ഓക്കെ സർ, ഓക്കെ പരാമർശിച്ചല്ലോ. ഓക്കെ. നമുക്കിനി നമുക്ക് ചോദിച്ചു തരാം യോഗയില് ടീച്ചറെ, ഞാൻ എടുത്ത് Yes. തരാം കേട്ടോ. ശരി, താങ്ക് യു. സാർ എന്തെങ്കിലും പറ. ഓക്കെ, നമുക്കിനി യോഗയുടെ എല്ലാ തലങ്ങളെ സംബന്ധിച്ചും കൂടുതൽ പഠനം നടത്തുകയും അതുപോലെ തന്നെ നമ്മുടെ ആഹാര കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, നിഷ്ഠ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് തലങ്ങളിൽ മുന്നോട്ട് പോയ ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ഐസക് സാറാണ്. ഐസക് സാർ, പ്ലീസ്. താങ്ക് യു. എല്ലാവർക്കും സ്നേഹസുപ്രഭാതം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സാർ ഓഡിബിൾ ആണ്. കേൾക്കുന്നുണ്ട്. താങ്ക് യു സർ. എനിക്ക് കുറച്ചൊരു ടെക്നിക്കൽ ചാലഞ്ച് ഉണ്ട്. എൻ്റെ നെറ്റ്വർക്ക് വളരെ ഫീബിളാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഇന്ന് കേൾക്കുന്നതെല്ലാം വളരെ ബ്രേക്കായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കാമോ എന്നൊരു സംശയം തോന്നിയതുകൊണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനം നമ്മൾ ഇന്ന് ആചരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ, സന്തോഷിക്കുമ്പോൾ, സമാധാനിക്കുമ്പോൾ കുറെ കൂടെ നമുക്ക് അതിൻ്റെ ഒരു ആഴപ്പരപ്പിലേക്ക് കടക്കാനായിട്ട് ഓരോ യോഗാ ദിനങ്ങളും നമ്മെ സഹായിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടെയാണ് ഇവിടെ ഓർക്കുക. ജോയ് സാറ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 2.5 വർഷം മുമ്പായിരിക്കും ഒരു പക്ഷേ കണ്ണൂര് നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ യോഗയുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ നടക്കുന്നത്. അന്ന് ജോയ് ജോൺ സാറ് അവിടെ കൃഷിയുടെ ഒപ്പം യോഗയും കൂടെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു ഡിസ്കഷൻ. ആൾക്കാർക്ക് യോഗ പഠിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പരസ്പരം ആളുകൾക്ക് തമ്മിലൊരു ബന്ധമുണ്ടാകാനായിട്ട് യോഗ സഹായിക്കും. ആ കമ്മ്യൂണിറ്റിയെ, അവിടുത്തെ സ്നേഹനഗറിലെ കമ്മ്യൂണിറ്റിയെ ഒരുമിച്ച് കൂട്ടി ഫിസിക്കലി യോഗ ട്രെയിനിങ് ആരംഭിക്കുന്നതിനെ കുറിച്ചൊക്കെ അന്ന് ഇങ്ങനെ ചർച്ച ചെയ്തു വന്നു. ഇന്നിപ്പോൾ 2024 അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുമ്പോൾ അവിടെ നിന്ന് ചിന്തിച്ചത് പ്രാവർത്തികമാക്കി, വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ പ്രാവർത്തികമാക്കി. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെയുള്ള ദിവസങ്ങൾ എണ്ണുമ്പോൾ നമുക്കറിയാം എത്രയോ മഹത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് അച്ചീവ് ചെയ്തത് എന്നുള്ളത്. ഇന്നിപ്പോൾ ജോയ് ജോൺ സാറ് മറ്റ് പലരിൽ നിന്നും വ്യത്യസ്തമായി, ഒരുപക്ഷെ യോഗ പഠിച്ചിട്ടുള്ളവരും യോഗ പഠിപ്പിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു യോഗ ടീച്ചറും ട്രെയിനറും ഒരു റിസർച്ച് ഫെലോയും കൂടെ ആയി മാറുന്നു എന്നുള്ളത് ഈ ഒത്തുചേരലിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുകയാണ്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നാണ് ആക്ച്വലി ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്യാപ്ഷൻ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര യോഗ ദിനം നമുക്ക് മുന്നിലേക്ക് വെക്കുന്ന ലോഗോ ക്യാപ്ഷൻ അതാണ്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി കണക്റ്റഡാണ്. യോഗ എന്ന വാക്ക് അതിനകത്തുണ്ട്. യുജ് എന്ന ധാതുവിൽ നിന്നാണ് യോഗ ഉണ്ടായത് എന്ന് നമുക്കറിയാം. യോജിപ്പിക്കുക. എന്തിനെ യോജിപ്പിക്കുന്നു? യോജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നിലധികം ഉണ്ടാവണം. എന്തിനെയാണ് യോജിപ്പിക്കേണ്ടത്? അപ്പോൾ അവിടെയാണ് പഠനങ്ങൾ വരിക. നമ്മൾ എന്ന് പറയുന്നത് മനുഷ്യൻ ഒരു ശരീരമാണ് എന്ന വിചാരത്തിൽ നിന്ന് കുറെ കൂടെ ഉന്നതമായിട്ടുള്ളതും മഹത്തരമായിട്ടുള്ളതും അവസ്ഥയിലേക്ക് നമ്മെ ചെന്നെത്തിക്കുക എന്ന് വിചാരിക്കുമ്പോൾ നമ്മളിലേക്ക് തന്നെ ഇറങ്ങിയുള്ളൊരു അന്വേഷണം, ഒരു ഇൻട്രോസ്പെക്ഷൻ എന്നാണ് പറയുക. ഇൻട്രോസ്പെക്ഷൻ.
നമ്മൾ കണ്ണ് രണ്ട് പുറത്തേക്ക് തുറന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ പുറത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലും പുറത്തെ കാര്യങ്ങൾ കാണുന്നതിലും ഒക്കെ ഇങ്ങനെ വ്യാപൃതരാകുമ്പോൾ കണ്ണുകൾ അടച്ച് നമ്മിലേക്ക് തന്നെ ഇറങ്ങി നമ്മളെക്കുറിച്ച് തന്നെ ഒരു അന്വേഷണം നടത്തുക, നമ്മുടെ ആന്തരികമായിട്ടുള്ള നമ്മളുടെ കുറെ കൂടെ ആഴപ്പെടുന്ന ഞാൻ എന്നതിനെ കുറെ കൂടെ ആഴത്തിൽ നമുക്ക് കാണാനും അറിയാനും പരിശോധിക്കാനും ഗവേഷണം ചെയ്യാനും ഒക്കെ ഉള്ള ഒരവസ്ഥ. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഞാൻ ഈ ശരീരം മാത്രമല്ല, അല്ലെങ്കിൽ ശരീരമേ അല്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഹ്യൂമൻ ബീയിങ് ഈസ് എസെൻഷ്യലി എ സ്പിരിച്വൽ ബീയിങ് ഹാവിങ് എ വെരി 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 സ്മോൾ ഫിസിക്കൽ ലൈഫ്. നമ്മൾ സത്താപരമായി ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. നമ്മൾ പലപ്പോഴും ആത്മീയത എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ ഈ ശരീരം കൊണ്ട് ജീവിച്ചു പോകുന്ന ഈ ജീവിതത്തിന്റെ ഒരു വളരെ ചെറിയ ഒരു ഭാഗമായിട്ട് മാത്രം വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി യോഗയെ കുറെ കൂടെ ആഴത്തിൽ പഠിക്കാനും അത് ഇതിനകത്തേക്ക് ഇമ്മേഴ്സ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുമ്പോൾ എന്താണ് ഒരു സ്പിരിച്വൽ ബീയിങ് എന്നുള്ള അവസ്ഥയിൽ നമ്മൾ ആയിരിക്കുന്നതും അതിനെ ബോധപൂർവം നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് ആചരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അത് ഈ കഴിഞ്ഞ ജോയ് സാറ് യോഗ പഠിച്ചു, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു. അതിന്റെ എന്താ യൂണിവേഴ്സിറ്റി തലത്തിൽ പലരും നമ്മൾ ഇന്ന് കാണുന്ന യോഗ ടീച്ചർമാരിൽ അല്ലെങ്കിൽ നല്ല യോഗ ആചാര്യന്മാരിൽ പലർക്കും യൂണിവേഴ്സിറ്റി ബിരുദമൊന്നുമല്ല. എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ബിരുദം എന്ന് നമ്മൾ അതിനെ ഇപ്പോൾ വാഴ്ത്തി പറയുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്കൊരു ലോജിക്കൽ കൺവിക്ഷൻ ഇപ്പോൾ ആവശ്യമാണ്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ലോജിക്കൽ കൺവിക്ഷൻ ഉണ്ടെങ്കിലേ നമ്മൾ അതിന്റെ പിന്നാലെ പോകും എന്നുള്ളത് കൊണ്ടാണ് യോഗ ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിൽ, യോഗ എന്നേ ഉണ്ടായതാണ്. പതാഞ്ജലിയുടെ യോഗസൂത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠനങ്ങൾ നടത്തുമ്പോൾ BC 3000-ലും 3500-ലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട എത്രയോ ഗവേഷണാത്മകമായിട്ടുള്ള പഠനങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അന്നു മുതലേ ഉണ്ടായിരുന്ന കാര്യങ്ങളെ ഇന്ന് നമ്മൾ ടേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളതിനെ നമ്മളുടേതാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനൊരു ലോജിക്കൽ കൺവിക്ഷൻ കിട്ടാനായിട്ട് സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണമെന്ന് വിചാരിക്കുകയും പ്രചരിപ്പിക്കുകയും ശാഠ്യം പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് യൂണിവേഴ്സിറ്റി ഡിഗ്രി നമ്മളിപ്പോ വന്നുപോയ നമ്മുടെ മാം ശാന്തി പർവ്വത്തിന്റെ ജയശ്രീ മാം MSc യോഗ ആണ്. അപ്പൊ യോഗ PhD, യോഗയിൽ PhD, യോഗയിൽ ഡിഗ്രി, യോഗയിൽ PG, യോഗയിൽ ഡിപ്ലോമ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രയോ നാളിന് ശേഷമാണ് വന്നതെന്നുള്ളതും കൂടെ ആലോചിച്ചു. അപ്പോ ഒരു ആള് ലോജിക്കലി കൺവിൻസ്ഡ് ആവാനായിട്ടുള്ള അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാനായിട്ടുള്ള സർട്ടിഫിക്കേഷനോടുകൂടെ ആണ് ജോയ് സാർ യോഗയിൽ ആയിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നിപ്പോ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇനി ബാക്ക് ടു ഫ്യൂച്ചർ എന്ന ഒരു പ്രമാണത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിച്ചാൽ, ബാക്ക് ടു ഫ്യൂച്ചർ അതെങ്ങനെ സാധിക്കും? ഫ്യൂച്ചർ എന്ന് പറയുന്ന ഭാവിയാണല്ലോ, നമുക്കറിയാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഭാവിയിലേക്ക് എങ്ങനെ തിരിച്ചു പോകാൻ കഴിയും? ഭാവിയിലേക്ക് നമ്മൾ മുന്നോട്ട് നടക്കുകയല്ലേ വേണ്ടത്. അപ്പൊ ഭാവിയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടെങ്കിൽ അവിടെ ഈ ആന്തരികമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ സാധ്യത കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ യോഗ എന്നുള്ള വാക്ക് ഒരുപക്ഷെ GPT-യിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് പറഞ്ഞു തരും. GPT-യിൽ നിന്ന് യോഗയെ കുറിച്ച് ഒരു ലേഖനം എഴുതണം എന്ന് പറഞ്ഞ് ഐ ജസ്റ്റ് വാണ്ട് ടു റൈറ്റ് ഒരു ആർട്ടിക്കിൾ ഇൻ യോഗ അബൌട്ട് യോഗ എന്ന് പറഞ്ഞിട്ട് നമ്മൾ GPT-യിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് പക്ഷേ പതാഞ്ജലി മഹർഷി പോലും വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മനോഹരമായിട്ടുള്ള ആർട്ടിക്കിൾ നമുക്ക് കിട്ടും GPT-യിൽ നിന്ന്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യലിന്റെ
അപ്പുറത്ത് ഇന്റലിജൻസ് കിടക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ടാണ് അത്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് ഇന്റലിജൻസ്. ആ ഇന്റലിജൻസ് അവിടെ ഉള്ളത് കൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായത്. യോഗയെക്കുറിച്ചും ഇതരമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ആന്തരിക കാര്യങ്ങളെക്കുറിച്ചും ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പാരലലായിട്ട് വരുന്ന ഒരു സാധനമാണ് നിരീശ്വരവാദം എന്ന് പറയുന്നത്. അപ്പോൾ യോഗ പഠിപ്പിക്കുമ്പോൾ നമ്മളതിന്റെ ലോജിക് കൺവിക്ഷന് വേണ്ടി നമ്മൾ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ അങ്ങനെ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ ലോജിക്കായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള വസ്തുവിനെ എടുത്തിട്ട്, ദ മാറ്റർ, വസ്തുവിനെ എടുത്തിട്ട് ആ വസ്തുവിനെ വിശകലനം ചെയ്തിട്ട് വസ്തുവിനെ വിഘടിപ്പിച്ചിട്ട് ആണ് നമ്മൾ ഈ ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുക. അപ്പോ അവിടെയെല്ലാം നമ്മൾ ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ സബ്ജക്റ്റിന്റെ പ്രസക്തിയെക്കുറിച്ച് കൂടെ നമ്മൾ അറിയുന്നു എന്നുള്ളതാണ് യോഗ തീക്ഷ്ണമായി പഠിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിരീശ്വരവാദി എന്തിനാണ് അതിനകത്തൊരു ഈശ്വരൻ എന്നുള്ള വാക്ക് വെക്കുന്നത്? ഈശ്വരൻ ഇല്ലെങ്കിൽ പിന്നെ നിരീശ്വരവാദിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഇല്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് ഇതിനെ അന്വേഷിക്കാൻ നടക്കുന്ന എന്തിനാ പിന്നെ? അതാണ് അതിന്റെ ലോജിക്. ആ ലോജിക്കിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ മൈല് പോകുമ്പോൾ കുറെ കൂടെ ആഴത്തിൽ നമുക്ക് ഈ കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ സാധിക്കും. കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരിക്കലും നശിക്കാത്ത നമ്മൾ, അനശ്വരരായ നമ്മൾ, ഇൻഫൈനൈറ്റ് ബീയിങ് ആണ് നമ്മൾ. ഇൻഫൈനൈറ്റ് ബീയിങ്, ജസ്റ്റ് ആൻ ഇൻഫൈനൈറ്റ് ബീയിങ് ഹാവിങ് എ വെരി 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 സ്മോൾ ഫിസിക്കൽ ലൈഫ്. ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെ കാണാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഈ യോഗാ ദിനത്തിൽ ഒരു എക്സ്ട്രാ മൈൽ, ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ജയശ്രീ മാം തുടങ്ങി വെച്ച സമയത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. യോഗ എന്നുള്ളത് ഇതിനെക്കുറിച്ച് നമ്മളെപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കുറച്ച് കയ്യാങ്കളി, കുറച്ച് കസർത്ത്, ശരീരത്തെ അങ്ങനെ ഇങ്ങനെയൊക്കെ വളച്ചു തിരിക്കുന്നതിന് വേണ്ടി ആരോ കുറച്ചു പേര് മാത്രം ചെയ്യുകയും പരിശീലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന നിലയിലാണ് പണ്ട് യോഗയെ കണ്ടിരുന്നത്. പണ്ട്, അത് വളരെ പണ്ടത്തെ കാര്യം. ഓക്കെ, അത് പിന്നീട് ഇങ്ങോട്ട് കുറച്ച് വന്നു കഴിഞ്ഞ് ഇപ്പോഴും എൻ്റെ ഒരു അസസ്മെന്റിൽ ഒരു 99% ആളുകളും യോഗയെ സമീപിക്കുന്നത് ശാരീരികമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും, അതിൽ കുറച്ചുകൂടെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾക്കും രോഗങ്ങൾക്കും അസുഖങ്ങൾക്കും യോഗ ഒരു കൊള്ളാവുന്ന എന്തോ കാര്യമാണ് എന്ന നിലയിലാണ് ഇന്നും 99% മനുഷ്യരും യോഗയെ സമീപിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളുടെ ജീവിതവുമായി പൂർണ്ണമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടെ നമ്മളിതിനെ സമീപിക്കുമ്പോൾ ജീവിതമേ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജീവിതമേ മാറും. നമ്മളിപ്പോൾ വിബെസ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട്, വിഷൻ ബോർഡുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഗോൾ ഓറിയന്റഡ് ലൈഫ് എന്നുള്ള നിലയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മൾ വീൽ ഓഫ് ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ശരിയായ ആരോഗ്യം, ജയശ്രീ മാവിന്റെ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. ശരിയായ ആരോഗ്യത്തിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുത്തിരുന്ന ഡെഫിനിഷൻ അതാ: ഒപ്റ്റിമൽ ഹെൽത്ത് ഈസ് നോട്ട് ദ മിയർ ആബ്സെൻസ് ഓഫ് ഡിസീസ് ബട്ട് ദ കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ വെൽബീയിങ് ഓഫ് എ പേഴ്സൺ. ആദ്യം കൊടുത്തിരുന്ന ഡെഫിനിഷൻ അതായിരുന്നു. ഒപ്റ്റിമൽ ഹെൽത്ത് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ, 4 ഘടകങ്ങൾ. ഇതിന്റെ സമതുലിതാവസ്ഥയിലുള്ള ഒരു ചേരുവയാണ് ശരിയായിട്ടുള്ള ആരോഗ്യം എന്ന് പറഞ്ഞു. കുറച്ച് നാളുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ലോകാരോഗ്യ സംഘടന പല ഗ്രാഫുകളും മാറ്റി വരക്കുന്നത് പോലെ തന്നെ, മാറ്റി നിശ്ചയിക്കുന്നത് പോലെ തന്നെ വീണ്ടും പറഞ്ഞു, ഒപ്റ്റിമൽ ഹെൽത്ത് ഈസ് നോട്ട് ദ മിയർ ആബ്സെൻസ് ഓഫ് ഡിസീസ്
but complete physical, mental, social, economical and spiritual well-being of a person. കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ ഈ എന്താ സമ്പൂർണ്ണ ആരോഗ്യം എന്ന വിഷയത്തെ കാണാൻ ലോകാരോഗ്യ സംഘടന തയ്യാറായി. അവിടെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ? നമ്മൾ പറയാറുള്ള ആരോഗ്യ സംവിധാനം, ഇന്ന് നമ്മൾ പറയുന്ന ആരോഗ്യ സംവിധാനം സയന്റിഫിക്കലി പ്രൂവൺ, സയന്റിഫിക് ബാക്കപ്പോടുകൂടെയുള്ള ആരോഗ്യ സംവിധാനം ശരിയായിട്ടുള്ള ആരോഗ്യത്തിന്, ഈ ഒപ്റ്റിമൽ ഹെൽത്തിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരമാണെന്നുണ്ടെങ്കിൽ ഇവിടെ അനുദിനം രോഗികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കണം. അതല്ലേ ശരി? രോഗികളുടെ എണ്ണം ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംവിധാനം കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ രോഗികളുടെ എണ്ണം ഓരോ ദിവസം ചെല്ലുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കണം. ഇവിടെ ഒരു വശത്ത് ഈ സംവിധാനങ്ങളുടെ മിഴിവും മികവും ഉയരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, പുതിയ പഠനങ്ങൾ നടക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഇപ്പുറത്തെ സൈഡിൽ രോഗികളുടെ എണ്ണവും കൂടിക്കൊണ്ടേയിരിക്കും. ഇത് എങ്ങനെ മാച്ച് ആവും? അപ്പൊ അവിടെ ബാക്ക് ടു ഫ്യൂച്ചർ എന്ന വാക്ക് വളരെ പ്രസക്തമാണ്. ബാക്ക് ടു ഫ്യൂച്ചർ. അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത് നമ്മൾ കാണുന്ന നാളെയിലല്ല, ഇന്നലെയിലാണ്. ഇന്നലെയില് നമ്മൾ പാഴെന്നും അപ്രസക്തമെന്നും അപ്രായോഗികമെന്നും ഒക്കെ പറഞ്ഞ് തള്ളികളഞ്ഞ, ഒബ്സലീറ്റ്, ഒബ്സലസെന്റ് എന്നൊക്കെ പറയുന്ന ചില വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. ഒബ്സലീറ്റ്, അത് അപ്രസക്തൻ, ടോട്ടലി ഡിസ്യൂസ്ഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന ഒറിജിനാലിറ്റിയിലേക്ക് തിരിച്ചു പോകുന്നതിനാണ് ബാക്ക് ടു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഘർ വാപ്പസി എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ യോഗയെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വിശകലനം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്താണ് ഈ ഘർ വാപ്പസി എന്ന് പറയുന്നത്. നമ്മൾ കോശത്തിലേക്കും നമ്മുടെ തന്മാത്രയിലേക്കും കോശത്തിലേക്കും സബാറ്റമിക് പാർട്ടിക്കിളിലേക്കും അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ന്യൂക്ലിയസിലേക്കും ആ ന്യൂക്ലിയസിലെ പ്രോട്ടോണിലേക്കും ന്യൂട്രോണിലേക്കും ഇലക്ട്രോണിലേക്കും അവിടെ നമ്മളുടെ ആധാരം എന്ന് പറയുന്ന ജീനിലേക്കും ഒക്കെ നമ്മൾ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ ആ ഒരു സമസ്ത അവസ്ഥയിൽ നിന്ന് നമുക്കതിനെ കാണാൻ സാധിക്കുകയും പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ നമ്മൾ എന്താണ്, നമുക്ക് കേൾവിയില്ലാത്ത അവസ്ഥയിൽ നമ്മൾ എന്താണ്, നമുക്ക് സ്പർശനശേഷിയില്ലാത്ത അവസ്ഥയിൽ നമ്മൾ എന്താണ്, നമുക്ക് രുചി അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ നമ്മൾ എന്താണ്, നമുക്ക് സ്മെൽ അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ എന്താണ്. ഈ 5 സെൻസ് ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? ഇതും യോഗയെ നമ്മൾ സമീപിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഗവേഷണാത്മകമായി തന്നെ ധ്യാനാത്മകമായി തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് ഇന്ന് ഇവിടെ ഓരോരുത്തരോടും പറയാം. ഇനി നമുക്ക് തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് ഈ ശരീരത്തിന് വേണ്ടിയാണല്ലോ നമ്മളെല്ലാ സ്വപ്നങ്ങളും കാണുന്നത്. ഈ ശരീരത്തിന് വേണ്ടിയാണല്ലോ നമ്മളെല്ലാ ഗോളുകളും നിശ്ചയിക്കുന്നത്. ഈ ശരീരത്തിന് വേണ്ടി തന്നെ നമ്മൾ സ്വപ്നങ്ങൾ കാണുകയും ഗോളുകൾ നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മിനിമം ഈ ശരീരത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റണ്ടേ? അപ്പൊ ഈ ശരീരത്തിനെ ആരോഗ്യത്തോടെ വെക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ടയല്ലേ? അപ്പൊ അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ മഹത്തായ കാര്യങ്ങളൊക്കെ അറിയുകയും കേൾക്കുകയും പറയുകയും ഒക്കെ ചെല്ലുമ്പോൾ ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന് വേണ്ടി വെളുപ്പിനെ 4 മണിക്കൂർ വരണം. ഈ ശരീരത്തിന് വേണ്ടി 4 മണി മുതൽ 4:30 മണി വരെ നമ്മൾ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിനകത്ത് യോഗ, എക്സർസൈസ്, മൈൻഡ് പൂർണ്ണമായിട്ടും അപ്ലൈ ചെയ്തുകൊണ്ടുള്ള നമ്മൾ ഈ എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം അതിനോടൊപ്പം ഒറ്റ കാര്യം മാത്രം ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി അവിടെ വെറുതെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒരു ആസനത്തിലായിരിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ബോഡിയിൽ ഏത് ഭാഗത്താണോ ഒരു ചലനം നടക്കുന്നത് ആ ചലനം നടക്കുന്നതിൻ്റെ ഏറ്റവും കോർ പോയിന്റിൽ നമ്മുടെ മനസ്സുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൈ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് എവിടെയാണോ മൂവ്മെന്റ് ഉള്ളത് ആ മൂവ്മെന്റ് ഉള്ള സ്ഥലത്ത് നമ്മുടെ മനസ്സുണ്ടാവുക എന്നുള്ളതാണ് യോഗ അഭ്യസിക്കുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട. എവിടെ മൂവ്മെന്റ് നടക്കുന്നോ അവിടെ നമ്മുടെ ശ്രദ്ധ മുഴുവനായിട്ട് കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ തീക്ഷ്ണമായിട്ട് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് യോഗ അഭ്യസിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ഭുതകരമായിട്ട് നമ്മുടെ റിസൾട്ട് ഉണ്ടാവും. അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട്. അപ്പോൾ
തിരിച്ചു വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഈ ശരീരം കൊണ്ട് നിശ്ചയിച്ചിട്ടുള്ള ഗോളുകൾ, നമുക്ക് ശരീരം കൊണ്ട് നേടേണ്ടതായിട്ടുള്ള നമ്മുടെ സ്വപ്നങ്ങൾ, അതിനുവേണ്ടി ശരീരത്തെ പ്രോപ്പറാക്കി വെക്കുക. നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന നമ്മളുടെ ദിവസം ഉണ്ടല്ലോ, ആ എഴുതി വെച്ചിരിക്കുന്ന ഇവിടെ നിന്ന് ഈ ശരീരം ഉപേക്ഷിച്ചു പോകാനായിട്ടുള്ള ദിവസം, ആ ദിവസം വരെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ആരോഗ്യത്തോടുകൂടെ ആയിരിക്കുക എന്നുള്ള സിമ്പിൾ ഗോൾ. അപ്പോ യു ആർ വാട്ട് യു തിങ്ക്. നിങ്ങൾ എന്താണോ അത് നിങ്ങൾ ചിന്തിക്കുന്നത്. സെയിം യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ എന്താണോ അത് നിങ്ങൾ ഭക്ഷിക്കുന്നതാണ്. അപ്പോൾ ഈ സ്വപ്നത്തിൽ നിന്നുകൊണ്ട്, ഈ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഈ ശരീരത്തെ അവസാന ദിവസം വരെ സമ്പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ നിലനിർത്താൻ എന്ത് ഭക്ഷിക്കണം എന്നും എന്ത് ഭക്ഷിക്കരുതെന്നും കൂടെ അറിഞ്ഞിരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. ഭക്ഷിക്കുന്നത് തന്നെ നമ്മൾ പലരും യോഗ ചെയ്യും. യോഗ ചെയ്തിട്ട് ഇപ്പോൾ വണ്ണം കൂടിയ ആളുകൾ അല്ലെങ്കിൽ ശരീരഭാരം കൂടിയ ആൾക്കാർ, അവർക്ക് യോഗ ചെയ്തിട്ടും ഈ എക്സർസൈസുകളൊക്കെ ചെയ്തിട്ടും വേണ്ടത്ര ലീൻ ആവാൻ പറ്റുന്നില്ല. ശരീരത്തിന്റെ ഒരു ആ ഷേപ്പിലേക്ക് വരാൻ പറ്റുന്നില്ല, ഭാരം കുറക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും റീസൺ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. നേരെ കണക്ട് ചെയ്യണം നമ്മളുടെ ബോധവുമായിട്ടും, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള നമ്മുടെ ബോധവുമായിട്ടും, ഭക്ഷണത്തെ നമ്മൾ സമീപിക്കുന്ന രീതിയുമായിട്ടും, ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റിയുമായിട്ടും നമ്മൾ അതിനെ കണക്ട് ചെയ്യുക. ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എപ്പോഴും. അപ്പോൾ മോഡേൺ എക്സർസൈസ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് വിദഗ്ധനുമായിട്ട് ഒരിക്കൽ സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഭക്ഷിക്കാം, ഇഷ്ടമുള്ളത്രയും ഭക്ഷിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ശരീരത്തിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് പ്രോസസ് ചെയ്യാനായിട്ടുള്ള കരുത്തുണ്ടെന്ന് നമ്മൾ അറിയണം. അതിനെ വേണ്ട രൂപത്തിൽ ദഹിപ്പിക്കാനും, ദഹിപ്പിച്ച് ശരീരത്തിന് ആവശ്യമുള്ളത് എടുക്കാനും, എടുത്തു കഴിഞ്ഞിട്ട് അതിനെ പുറന്തള്ളാനുമുള്ള കരുത്ത് ശരീരത്തിനുണ്ടെന്നുള്ളത് തിരിച്ചറിയണം. അതിന് പറ്റുന്ന രൂപത്തിൽ ശരീരത്തെ കരുത്തുറ്റ ആക്കി മാറ്റാൻ, അത് വേണ്ടത്ര നമ്മുടെ ശരീരത്തിന് കിട്ടാൻ പറ്റുന്ന വിധത്തിലാക്കാൻ, ഇതിനെ ബേൺ ചെയ്ത് കളയാനായിട്ട് എന്തൊക്കെ തരത്തിലുള്ള എക്സർസൈസ് മൊഡാലിറ്റി ആണോ നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ അറിഞ്ഞ് ഈ എക്സ്ട്രാ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദഹിപ്പിക്കാൻ എക്സ്ട്രാ എക്സർസൈസും കൂടെ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഇങ്ങനെ ഓരോ തരത്തിൽ എവിടെയൊക്കെയാണോ എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ശരിയായിട്ടുള്ള ഒരു ഭക്ഷണക്രമം കൂടെ, ശരിയായിട്ടുള്ള ഒരു മാനസികാവസ്ഥ, ശരിയായിട്ടുള്ള ഒരു ചിന്താരീതി, ഒപ്പം ഇപ്പുറത്ത് ശരിയായിട്ടുള്ള ഒരു ഭക്ഷണക്രമം കൂടെ നമ്മൾ പാലിക്കുമ്പോൾ ശരീരവുമായി ബന്ധപ്പെട്ടും ജീവിതവുമായി ബന്ധപ്പെട്ടും യോഗയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് കൂടെ പറഞ്ഞു വെക്കാനായിട്ട് ഈ അന്താരാഷ്ട്ര യോഗാ ദിനം നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ചിന്തിക്കാനും ആ വഴിക്ക് പ്രവർത്തിക്കാനും ഒക്കെ ഈ അന്താരാഷ്ട്ര യോഗാ ദിനം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് കൂടെ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. കൃത്യമായിട്ടുള്ള ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടെയും ഒരു ധ്യാനാത്മക മനോഭാവത്തോടുകൂടെയും ഇതിനെ നമുക്ക് തുടർ ദിവസങ്ങളിൽ ജീവിതകാലം മുഴുവൻ സമീപിക്കാൻ കഴിയണം എന്ന അപേക്ഷയും പ്രാർത്ഥനയുമാണ് എനിക്ക് ഓരോരുത്തരുടെ മുന്നിലും വെക്കാനുള്ളത്. അത് ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കും, കൂടുതൽ മൂല്യമുള്ളതാക്കും, കൂടുതൽ ലക്ഷ്യബോധമുള്ളതാക്കും, നമ്മളെ വിജയികളാക്കി മാറ്റും എന്ന കാര്യത്തിലും സംശയമില്ല. ഏവർക്കും യോഗദിനാശംസകളും നന്ദിയും. താങ്ക് യു. താങ്ക് യു ഐസക് സാറ്. നമുക്കറിയാം നമ്മുടെ കൂടെ ഈ ആരോഗ്യ കാര്യങ്ങളിൽ കോശം മുതൽ നമ്മുടെ എല്ലാ തലങ്ങളിലേക്കും നമ്മുടെ ഒരു കാഴ്ചപ്പാട് തരാൻ കഴിയുന്ന ഒരു മഹത് വ്യക്തിത്വം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനകരമാണ്. സാറിൻ്റെ വാക്കുകൾ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. താങ്ക് യു ഐസക് ജി. അപ്പോൾ നമുക്ക് കുറച്ച് ബോധ്യം വന്ന കാര്യങ്ങൾ ഈ യോഗയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, സസ്യാഹാരത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ടോ? അതിൽ നിന്നൊക്കെ ഒരു വ്യക്തത നമുക്ക് കിട്ടിയത്, ഈ ആഹാരം ഏതായാലും അത് മിതമായിരിക്കണം, അതുപോലെ തന്നെ ശുചിയായിരിക്കണം, നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയണം എന്നുള്ള ബോധ്യവും കൂടെ സാർ തരികയുണ്ടായി. താങ്ക് യു വെരി മച്ച്. നമുക്ക് നമ്മുടെ സജികുമാരൻ സാർ എന്ന് കേൾക്കാം. സജികുമാരൻ സാർ, പ്ലീസ്. ഹായ് സാർ,
ഗുഡ് മോർണിംഗ്. സാർ കേൾക്കാവോ സാർ എന്നെ? യെസ് സാർ, സാർ ഓഡിബിൾ ആണ്. താങ്ക് യു സർ. വളരെ സന്തോഷം തോന്നുന്നു നിങ്ങളുടെ കൂടെ വീണ്ടും ഒന്ന് ഒത്തുചേരാൻ ഈ 10ാമത് ഇന്റർനാഷണൽ യോഗ ഡേന്റെ അന്ന് തന്നെ സാധിച്ചതിൽ. സത്യം പറഞ്ഞാൽ ബൈ സാറിനെ ഇങ്ങോട്ട് വയനാട്ടിലോട്ട് ഞങ്ങൾ ക്ഷണിച്ചതായിരുന്നു. പക്ഷെ ഇതേപോലുള്ള തിരക്കുകൾ കാരണം, പല വിധത്തിലുള്ള തിരക്കുകൾ കാരണം ഈ പ്രാവശ്യത്തെ വരവ് ക്യാൻസൽ ആകുകയുണ്ടായത്. അപ്പൊ അല്ലെങ്കിൽ ശരിക്കും വയനാട്ടിൽ ഇരുന്ന് ചെയ്യേണ്ട ഒരു സംഗതിയായിരുന്നു. ഇപ്പൊ ഇന്നലെ ജോയ് സാർ എന്നെ വിളിച്ചപ്പോ പറഞ്ഞത് ഇപ്പൊ 10ാമത് ഇന്റർനാഷണൽ യോഗ ഡേ വരുന്നു. അപ്പം ദി ബെസ്റ്റ് യോഗയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ദി ബെസ്റ്റിന് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ ഈ ഇന്റർനാഷണൽ യോഗന്റെ തീം ശരിക്കും 2 വർഷം മുന്നേ ദി ബെസ്റ്റിൽ നടപ്പിലാക്കി കഴിഞ്ഞു. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ള ആ തീം വെച്ചിട്ട് തന്നെയാണ് ദി ബെസ്റ്റിൽ യോഗ തുടങ്ങിയത്. അത് ഇപ്പൊ ഈ 2 വർഷത്തിന് ശേഷം ഇന്റർനാഷണൽ യോഗന്റെ തീമായിട്ട് വന്നപ്പം അത് കേട്ടപ്പോ എനിക്ക് ആദ്യം ദി ബെസ്റ്റിനെയാണ് ഓർമ്മ വന്നത്. കാരണം അത്രയും ആ ഒരു തീമുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ദി ബെസ്റ്റിൽ യോഗ നമ്മൾ തുടങ്ങിയത്. ഞാനും ജോയ് സാറും ആണ് ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ തുടങ്ങി. പിന്നീട് ഞാനിങ്ങോട്ട് ഇവിടെയുള്ള യോഗ സെന്റർ ഒക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് എനിക്ക് സ്ഥിരമായിട്ട് വരാൻ പറ്റാത്തതുകൊണ്ടും വളരെ മിസ്സായി. എന്നാലും ഇടയ്ക്കൊക്കെ വരണം എന്ന് ആഗ്രഹമുണ്ട്. വരും ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ കൂടെ ചെയ്യാനും എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ ആയിട്ട് വരാൻ ആഗ്രഹമുണ്ട്. വരും, തീർച്ചയായിട്ടും വരും. ഇന്നലെ സാറ് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞിട്ട് ഈ സീനിയർ സിറ്റിസൻസിനുള്ള യോഗ അല്ലെങ്കിൽ അവർക്ക് യോഗ ചെയ്താലുള്ള ബെനിഫിറ്റിനെ കുറിച്ചും കൂടി ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ എനിക്കൊരു 6:30 ഒരു സെഷൻ കൂടി ഉണ്ട്. എൻ്റെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അവർക്ക് അവിടെ വെയിറ്റ് ചെയ്യാണ് എനിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു ഇതിലോട്ട് പോണില്ല. എന്തൊക്കെ പറഞ്ഞാലും സീനിയർ സിറ്റിസൺ എന്നൊന്നും ഇല്ല. ആർക്ക് വേണേലും യോഗ ചെയ്യാം. പക്ഷെ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ ഇപ്പം ഈ വിബസ്റ്റ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ കൂടുതലും പേര് സീനിയർ സിറ്റിസൺസ് ആണ്. അപ്പൊ അവർക്ക് യോഗ വളരെ വളരെ ഉപകാരപ്പെടും. ഒരു വലിയ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വളരെ ടഫായിട്ടുള്ള യോഗാസനങ്ങളൊന്നും അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ കൊണ്ട് എന്താണോ പറ്റുന്നത്, അവരുടെ ബോഡി എന്താണോ അലോ ചെയ്യുന്നത് അത് മാത്രം ചെയ്ത് ശരിക്കും ജോയിന്റ് ഫ്രീ എക്സസൈസും അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ ഇരുന്നും കൊണ്ടൊക്കെ കിടന്നുകൊണ്ടൊക്കെയുള്ള ആസനങ്ങളൊക്കെ ചെയ്ത് മിതമായ ഭക്ഷണവും മിതമായ വ്യായാമവുമാണ് യോഗയിൽ പറയുന്നത്. അപ്പൊ ഈ മിതമായ വ്യായാമം എന്ന് പറയുന്നത് യോഗ തന്നെയാണ്. മിതമായ ഭക്ഷണം കഴിച്ച് മിതമായ വ്യായാമം ചെയ്യാൻ, അതാണ് സീനിയർ സിറ്റിസന്റെ ഏറ്റവും നല്ലൊരു കാര്യം. അപ്പൊ ആ ഒരു ഇതിലോട്ട് വരുമ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള കുറെ ആസനങ്ങളും പ്രാണായാമങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ഈ യോഗ സെന്ററുകളിൽ പ്രത്യേകം സെഷനുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പ്രത്യേകം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യിച്ചാൽ അത് അവർക്ക് വളരെ ഉപകാരപ്രദമാണ്. മെയിനായിട്ട് ഇപ്പൊ സീനിയർ സിറ്റിസൺ അവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഉറക്കം, ഡൈജഷൻ, മോഷൻ, ഈ 3 കാര്യങ്ങൾ ഓക്കെ ആയാൽ അവർ ഹാപ്പിയായി. അവരെന്നല്ല, എല്ലാവരും ആ ഒരു 3 കാര്യങ്ങൾ ഓക്കെ ആയാൽ ശരിയായ രീതിയിൽ ഉറക്കം കിട്ടുക. അതിന് യോഗ വളരെ ഉപകാരപ്രദമാണ്. സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നതിലൂടെ, ബാക്കി പ്രാണായാമങ്ങൾ, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ശരിയായ രീതിയിലുള്ള ഉറക്കം കിട്ടും. പിന്നെ വരുന്നത് ഡൈജഷനാണ്. ദഹന വ്യവസ്ഥയെ ശക്തമാക്കി നമ്മൾ എന്ത് കഴിച്ചാലും ദഹിക്കുന്ന ആ ഒരു ഇതിലോട്ട് ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം കറക്റ്റ് ആയിട്ടുള്ള ദഹനമുണ്ട്. പിന്നെ നമ്മുടെ മോഷൻ, കറക്റ്റായിട്ടുള്ള ദഹനം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് മോഷണം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഈ 3 കാര്യങ്ങൾ ഈ സീനിയർ സിറ്റിസൺസിന് പലരും ഇവിടെയൊക്കെ എൻ്റെ ക്ലാസ്സിലൊക്കെ വരുന്ന പലർക്കും ഉള്ള പ്രശ്നം ഈ 3 കാര്യങ്ങളാണ്. ഒന്നിലും ഉറക്കം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാർ എന്ത് കഴിച്ചാലും വയറ് അങ്ങനെയുള്ളൊരു ഇത്. അതല്ലെങ്കിൽ ഈ മോഷന്റെ പ്രശ്നം, ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് എപ്പോഴും പറയുന്നത്. പ്രായമായവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മെയിൻ പ്രശ്നങ്ങളായിരിക്കും. ഇതെല്ലാം
ഈ യോഗയിലൂടെ പരിഹരിച്ച് മിതമായിട്ടുള്ള ആഹാരം, അതായത് കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കുക, നമ്മുടെ അസമയത്തുള്ള ഫുഡ് ഒഴിവാക്കുക എന്നുള്ളത് യോഗയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മ്യൂട്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു എക്സസൈസ് ചെയ്യാതിരിക്കുക. ഒരു ആഹാരം കഴിച്ചതിന് ഒരു 3.5 മണിക്കൂറിന് ശേഷം മാത്രമേ യോഗയിൽ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ബന്ധപ്പെടാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. പിന്നെ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ജോയിന്റ് ഫ്രീ എക്സസൈസുകൾക്കാണ്. അത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായി വേദനകൾ, നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ ചെറിയ ഈ ജോയിന്റ്സിലുള്ള വേദനകളെല്ലാം മാറി അവരൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഈ ഒരു അവസരം എനിക്ക് തന്നു. അത് എനിക്കൊരു അവസരം തരേണ്ട ആവശ്യമില്ല. വിബസ്റ്റ് ഞാൻ ഓൾറെഡി വിബസ്റ്റുകാരൻ തന്നെയാണ്. എന്നാലും കുറെ നാൾ വിട്ടു നിന്നുകൊണ്ട് എന്നെ ഓർത്ത് സാറ് ഇവിടെ വിളിച്ചു വരുത്തിയതിന് ഒരുപാട് താങ്ക്സ്. ഞാൻ അറിയുന്ന ഒരുപാട് പേര് ഇതിനകത്ത് ഉണ്ട്. മോഹനേട്ടന്റെ ഒക്കെ കേൾക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ജോസ് കുര്യൻ സാറുണ്ട്, നായർ സാറുണ്ട്, ഐസക് സാർ. വാക്കുകളില്ല ഐസക് സാറിനെ കുറിച്ച് പറയാൻ. അത്രയും മഹത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് സാർ പറഞ്ഞു തന്നത്. അങ്ങനെയൊന്നും പറഞ്ഞു തരുന്ന ആൾക്കാർ വളരെ കുറവാണ് ഈ ഫീൽഡിൽ. ഇത്ര ഡീപ്പായിട്ട് സാർ യോഗയെ കുറിച്ച് പഠിച്ചു. ശരിക്കും ആചാര്യന്മാരുടെ ആചാര്യൻ ആയിട്ട് ഐസക് സാർ നമ്മുടെ കൂടെ ഉള്ളത് ഒരു വലിയ നേട്ടമാണ്. ശരിക്കും വിബസ്റ്റിന്റെ ഒരു അഹങ്കാരം കൂടിയാണ് ഐസക് സാറിന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ കരുതുന്നു സാറിന്. അത്രയും എന്ത് സംശയങ്ങളും സാറിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പൊ ഈ എല്ലാം കൊണ്ടും വളരെ സമ്പന്നമാണ് വിബസ്റ്റ്. ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഈ 10ാമത് ഇന്റർനാഷണൽ യോഗ ഡേന്റെ അന്ന് വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാവരോടും ഒരിക്കൽ കൂടി എന്റെ നന്ദി അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് സജീവ് മാനൻ സാർ. ഞാൻ ഇതോടൊപ്പം തന്നെ ഒന്ന് കൂട്ടിവെക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോ ഈ ചർച്ചകളിലൊക്കെ നിഴലിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, യോഗയുമായി ബന്ധപ്പെട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അനാട്ടമിക് ആയിട്ടുള്ള, അതായത് നമ്മുടെ ശരീരശാസ്ത്രത്തില് നമ്മുടെ ചലനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ തന്നെ എനിക്കറിയാം, എൻ്റെ ഈ യോഗ ആരംഭം എന്ന് പറയുന്നത് 40കളിൽ ഒരു ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ കോഴ്സുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ആ കോഴ്സിൽ മുന്നോട്ട് പോവുകയും ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ അഡ്വാൻസ്ഡ് കോഴ്സും അതിലുപരി ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ യോഗയും ഒക്കെ പഠിച്ചു. അപ്പോഴാണ് എനിക്ക് യോഗയിൽ ഇൻട്രസ്റ്റ് വന്നത്. ആ സമയത്തൊന്നും അനാട്ടമിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളുടെ ചലനം, എവിടെ ചലിപ്പിക്കണം എവിടെ ചലിപ്പിക്കരുത്, അതോടൊപ്പം തന്നെ അതിൻ്റെ നമ്മുടെ ഓർഗൻസിനൊക്കെ ഏത് തരത്തിലാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, അങ്ങനെയുള്ള ആ തലങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ സർട്ടിഫിക്കേഷനും ഡിപ്ലോമയും ഒക്കെ ചെയ്ത സമയത്താണ് ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പലപ്പോഴും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഈവൻ യോഗ ക്ലാസ്സിലാണെങ്കിലും ഈ ഓപ്പൺ ആക്കാതെ യോഗ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ തുടക്കത്തിലൊക്കെ പറയാറുണ്ട്. പക്ഷേ പലർക്കും ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ യോഗ പഠിപ്പിക്കുന്ന ആള് ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഓരോ പഠിതാവും അവരുടെ ശരീരത്തിന്റെ ഓരോ മൂവ്മെന്റ്സും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ പൂർണ്ണമായിട്ടും യോഗ പഠിപ്പിക്കുന്ന ആൾ പ്രസന്റ് ചെയ്യുന്നത് നിങ്ങൾ എപ്രകാരം കാണുന്നുവോ അതുപോലെ തന്നെ പഠിതാവ് അതിൻ്റെ പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് അവരുടെ ഓരോ മൂവ്മെന്റ്സും നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്ക് ബോധ്യപ്പെടണം. അതുകൊണ്ട് തന്നെ യോഗ പൂർണ്ണമാകണമെങ്കിൽ ആ പൂർണ്ണമായിട്ടും യോഗ മാറ്റ്, അതോടൊപ്പം തന്നെ യോഗ ഡ്രസ്സ്, കൂടാതെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വിസിബിൾ ആയിരിക്കണം. അതുകൊണ്ട് ഈ ഓൺലൈൻ യോഗയുടെ വലിയൊരു പരിമിതിയാണ്. അതുകൊണ്ട് നമ്മുടെ യോഗ പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന എല്ലാവരോടും ഒരു അപേക്ഷ കൂടിയുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ തലങ്ങളിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും
ഓപ്പൺ ആക്കിക്കൊണ്ട് നമ്മുടെ മറ്റാരുമില്ല, നമ്മുടെ വി ബെസ്റ്റ് കൂട്ടായ്മ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ആ തലത്തിൽ മൂവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് യോഗയിൽ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള ഒരു ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഓവർ ടു ബൈ സാർ. സാർ ഫോട്ടോ എടുക്കാം എല്ലാവരും. യോഗ ഡേയില് മാമിന്റെ തിരക്ക് കാരണം എടുക്കാൻ പറ്റില്ല. എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ആക്കും. ലവ്സ്, താങ്ക് യു. നമുക്ക് എല്ലാ ഡേയ്സും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഡേ ആണ് യോഗ ഡേ. അതും 10th ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. യാ, താങ്ക് യു. യെസ്, സാറിന്റെ ക്യാമറ ഓഫ് ആണ്. ജോസ് കുര്യൻ സാർ. ഓക്കെ 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 ഓക്കെ, ശരി ശരി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഹായ് മോഹനേട്ടാ, റെഡി? ഓക്കെ, ഒന്ന് ടേൺ ചെയ്ത് വന്നാൽ മതി, താഴേക്ക് വന്നാൽ മതി. ശരി ശരി, കറക്റ്റ്. താങ്ക് യു. ഫസ്റ്റ് ആണ്, ഫസ്റ്റ് ഫ്രെയിം. താങ്ക് യു. റെഡി? 1 2 ചീസ്. ഏയ് ചീസ്. താങ്ക് യു. ഒരു ഫ്രെയിം കൂടി ഉണ്ടേ, സോറി. ചിഹ്നം പോയി. അത് കുഴപ്പമില്ല. ഞാൻ ഇട്ടുകൊള്ളാം. ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു ഫ്രെയിം കൂടി. 1 2 3 ചീസ്. ഏയ് ചിരിക്കൂ വിമൽജി. മുഖത്ത് വന്നോ? സിനുജി നമസ്കാരം. താങ്ക് യു കേട്ടോ. ഓക്കെ റൈറ്റ്. ഓക്കെ, ക്യാമറ തിരിഞ്ഞു. ഓക്കെ ശരി ശരി. താങ്ക് യു സോ മച്ച്. നമുക്ക് മിലൻ സാറായിരുന്നോ? വിവോ ഫോൺ മാറി. എന്ത് പറ്റി സാറേ? മിലൻ സാറിന്റെ ഫോൺ സ്റ്റാറ്റസ് കിടക്കുന്ന വിവോ എന്നാണ്. ആരാണ് ഈ വിവോ എന്ന് ആലോചിക്കുകയായിരുന്നു. താങ്ക് യു. നമുക്ക് ഒരു താങ്ക്സ്, അല്ലെങ്കിൽ ഇനി എക്സ്പീരിയൻസ് ആയിരുന്നു സൈ സാർ പറഞ്ഞിരുന്നത്. സോറി, ജോയ് സാർ നമ്മൾ സംസാരിച്ചിരുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളെ കുറിച്ചിട്ട് അനുഭവവേദ്യമായവർ തന്നെ പറയണം. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒരേ ഒരു പോയിന്റിലേക്ക് വരുന്നതിന് കാരണം, ആരോഗ്യത്തോടു കൂടി ജീവിക്കണോ? യോഗ പ്രാക്ടീസ് ചെയ്യാത്ത ഒരാളും ഇന്ന് ആരോഗ്യത്തോടു കൂടി ജീവിക്കില്ല. അത് ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു കാര്യമാണ്. ഇനിയും ബോധ്യപ്പെട്ടില്ല എങ്കിൽ മരുന്ന് കഴിച്ച് വിബെസ്റ്റ് ആണെന്ന് പോലും പറയാൻ പറ്റില്ല. വിബെസ്റ്റിൽ നിന്ന് ആദ്യമേ പോകുന്നവർ അവരായിരിക്കും. അതായത് പോകാന്ന് പറഞ്ഞാൽ സാർ നേരത്തെ പറഞ്ഞില്ല, ഡേറ്റിന് മുമ്പ് പോകേണ്ടി വരും. അതുകൊണ്ട് ഡേറ്റിന് പോകണോ? ഇത്തിരി പേടിപ്പിക്കുകയാണ്. ഡേറ്റിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോകണമോ? എല്ലാവരും രാവിലെ എഴുന്നേറ്റ് യോഗയിൽ വരിക. ആ എക്സ്പീരിയൻസ് എങ്ങനെ കുറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ജോസ് കുര്യൻ സാർ. ഏവർക്കും നമസ്കാരം. ഇത് ഇന്നത്തെ ദിനം എൻ്റെ ജീവിതത്തിലെ ഏറെ ധന്യമായ ഒരു മുഹൂർത്തമായി കണക്കാക്കുന്നു. ഇതിന് കാരണക്കാരനായ ബൈജു സാറിന് ആദ്യം നന്ദിയും അഭിനന്ദനങ്ങളും. അതോടൊപ്പം ഇന്നിവിടെ നമുക്ക് ഏറെ പ്രയോജനപ്രദമായ അറിവുകൾ പകർന്ന എല്ലാവർക്കും നന്ദി. അതോടൊപ്പം ലോക്കൽ ആക്ഷൻ വിത്ത് ഗ്ലോബൽ വിഷൻ എന്ന വാക്ക് എന്നെ ഏറെ ചിന്തിപ്പിക്കുന്നു. ഇത് എങ്ങനെ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നു പത്മ വിക്ടർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഈ സാർ ഇന്നത്തെ റെക്കോർഡ് ഒന്ന് ഇട്ടു തരണം. ഇത് കഴിയുന്ന അത്ര ആളുകളിലേക്ക് ഇതിന്റെ മെസ്സേജ് പാസ് ചെയ്തുകൊണ്ട് എങ്ങനെ നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കഴിയും എന്നുള്ള ചിന്തയിലേക്ക് ഒന്ന് വഴിമാറാൻ ഏവർക്കും സഹായകമാകട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ജന്മശതാബ്ദി ഹാപ്പിനെസ് വില്ലേജിൽ ആഘോഷിക്കുക എന്നത് എപ്പോഴോ ഒരു തോന്നലിൽ അങ്ങ് പറഞ്ഞു. അതിനുശേഷം 111 വയസ്സ് വരെ ജീവിച്ചിരിക്കുക എന്ന ലക്ഷ്യവും പറഞ്ഞു. അപ്പോഴെല്ലാം ഞാൻ വാട്സാപ്പിൽ കണ്ട ഒന്ന് 126 വയസ്സുള്ള ഒരാൾ സൂര്യ നമസ്കാരം ചെയ്യുന്ന ചിത്രമാണ് എൻ്റെ ഓർമ്മയിലേക്ക് എപ്പോഴും വരാറുള്ളത്. ഈ ആരോഗ്യകരമായ ജീവിതത്തിന് യോഗ അനിവാര്യമാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിൽ നിരന്തരം നിലകൊള്ളുന്നത്. ഇത് നമുക്ക് സമൂഹത്തിലേക്ക് ഈ സന്ദേശം വ്യാപിപ്പിക്കാനും ലോക സമാധാനത്തിനും നല്ല ജീവിതത്തിനും ആളുകളെ പ്രാപ്തരാക്കാനും കഴിയട്ടെ എന്ന് ആശിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച് സാർ. അതുപോലെ
നമുക്ക് ഏറ്റവും വിഷമം പിടിച്ച അല്ലെങ്കിൽ ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു വന്ന ഒരു ഒറ്റനവധി പേരുണ്ട്. ഹാൻഡ് റൈസ് ചെയ്യുക. എനിക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയതെന്ന് ഈ വി ബെസ്റ്റ് യോഗയിലൂടെ, അതായത് ജോയ് ജോൺ സാറിലൂടെ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയെന്ന് സ്വയം മനസ്സിലാക്കിയ ആരെങ്കിലും രണ്ടുപേര് കൂടി സംസാരിക്കുക. ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, എലീസ. എലീസയുടെ കാര്യം ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു. അതിന് മുമ്പ് സന്തോഷ് ജി ഒരു ആശംസ. ഓക്കെ, സന്തോഷ് ജി. താങ്ക് യു സർ. എനിക്ക് യോഗ എന്റെ ജീവിതത്തിൽ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് സീരിയസ് ആയിട്ട് യോഗ ചെയ്തത് 2018 എന്നെ പഠിപ്പിച്ചത് ഇവിടെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ ഒരു യോഗ അധ്യാപകനായിരുന്നു, രാജേന്ദ്രൻ സാറായിരുന്നു. പല യോഗ അധ്യാപകരുടെ അടുത്ത് പോയെങ്കിലും അവരൊന്നും ഒരു പെർഫെക്ഷനോടുകൂടി യോഗ പഠിപ്പിച്ചിരുന്നില്ല. അവിടെയൊക്കെ പോയി പഠിച്ചത് കൊണ്ട് എനിക്ക് ശാരീരികമായി പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ ഞാൻ അത് അന്വേഷിച്ച് അവസാനം എത്തിയത് രാജേന്ദ്രൻ സാറിന്റെ അടുത്തായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും ഒരു 6 മാസമേ ഞാൻ പഠിച്ചുള്ളൂ. പക്ഷെ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. പക്ഷെ ഇതൊക്കെ സ്വയത്തമാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്റെ പല തിരക്കുകളിലൂടെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ആ പ്രാക്ടീസ് വിട്ടുപോയി. ഇടയ്ക്കിടയ്ക്ക് ആ ഗ്യാപ്പ് വരാൻ തുടങ്ങി. ഹെൽത്ത് ഞാൻ ഹെൽത്ത് എന്റെ വളരെ മോശപ്പെട്ട ഒരു സ്ഥിതിവിശേഷമായിരുന്നു 2018 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനൊക്കെ എനിക്ക് മാനേജ് ചെയ്യാനും ശാരീരികമായും മാനസികമായും ആത്മീയമായും ഉന്നതി പ്രാപിക്കാനും നല്ലൊരു എന്താ പറയാ ഇന്റേണൽ ഹെൽത്ത് എനിക്ക് കിട്ടിയത് ഈ യോഗയിലൂടെയാണ് സാർ. അതെനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റുന്നില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ ചില ബിസിനസ് പരമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരുന്നു എനിക്ക് ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടത്. തീർച്ചയായിട്ടും ഞാനന്ന് നമ്മുടെ റിസോർട്ടില് നമ്മുടെ വി ബെസ്റ്റിന്റെ ആചാര്യൻ നമ്മുടെ ജോയ് ജോൺ സാർ ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു. അത് മോഹനായിട്ടൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഒരു ആചരിക്കുന്ന ഒരു വ്യക്തി, സത്യം പറയുകയാണെങ്കിൽ എന്റെ ഗുരു കൂടിയാണ് ജോയ് ജോൺ സാർ. അദ്ദേഹത്തിന്റെ ആ കമാൻഡ് കേട്ടാൽ തന്നെ നമ്മൾക്ക് അസുഖം മാറുന്നുള്ളതിന് എനിക്കത് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ബോധ്യപ്പെടുകയുണ്ടായെന്ന്. അത് യഥാർത്ഥത്തിൽ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു യോഗാചാര്യൻ തന്നെയാണ് ജോയ് ജോൺ സാർ. അന്നാണ് എനിക്ക് നമ്മുടെ റിസോർട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ ആ കമാൻഡറി ഡയറക്ഷൻ കേട്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതിൽ നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും നമ്മൾക്ക് ഈ യോഗയിലൂടെ നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായും തുടർന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ആ ആരാധ്യനായ ഗുരുവിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവോ? നാളെ മുതൽ യോഗയിൽ ഉണ്ടാവോ? സന്തോഷ് പാലക്കാടാണ് ചോദിക്കണേ. സാർ എനിക്ക് 4:30 സാർ. നമ്മൾ 4:30 സാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സന്തോഷ് ജി, നമ്മൾ സംസാരമൊക്കെ നിർത്തി പ്രായോഗിക ഫലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് സമയം എല്ലാവർക്കും ഇതാണ്. അതുകൊണ്ട് എപ്പോഴും എല്ലാവരും രാവിലെയാണ് എഴുന്നേക്കുക, അല്ലെങ്കിൽ എന്താണോ വരുന്നത്. അപ്പൊ നാളെ മുതൽ ഇപ്പൊ സംസാരിച്ചതിനോട് കുറച്ചുകൂടിയൊക്കെ ആത്മാർത്ഥതയോടുകൂടി ജോയ് സാറിനെ ഗുരുസ്ഥാനത്ത് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യോഗയിൽ സ്വന്തം വിജയിക്കണമെന്ന് കുറച്ചുകൂടി ഇതുണ്ടെങ്കിൽ തീരുമാനിക്കും. നാളെ വരുമോ ഇല്ലയോ തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ശരി, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, എലീസയുടെ ജീവിതം കുറച്ച് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എലീസ പറയും, എന്താണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യോഗയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? എലീസ. താങ്ക് യു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഡോർഫിൻ ഇപ്പൊ എവിടെ ചെന്നാലും എന്റെ യോഗ എന്നിൽ വരുത്തിയ മാറ്റത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയാറുണ്ട്. ഞാൻ പറയുന്നതിനേക്കാൾ വളരെ ഇൻട്രസ്റ്റോടുകൂടി ഞാനിങ്ങനെ ഡോർഫിനെ നോക്കിയിരിക്കാറാണ്. ഡോർഫിനാണ് പറയുന്നത് എന്നിൽ വരുത്തിയ മാറ്റം. ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ ഹിസ്റ്റക്ടമി കഴിഞ്ഞതിന് യൂട്രസ് റിമൂവൽ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ ഒരു DVT വന്നിട്ട് ഇപ്പൊ 2 വർഷത്തോളമായി. ഞാൻ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയത് യോഗ ക്ലാസ്സിൽ വന്ന 3rd ഡേ സാർ ഒരു ബട്ടർഫ്ലൈ ഒരു സ്ട്രോക്ക് അത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിച്ചു. അന്ന് തുടങ്ങിയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയത്. എനിക്ക് നിലത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്താൻ പറ്റില്ല, അല്ലെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഈ ഒരു കാല് മാത്രം എന്റെ ലെഫ്റ്റ് ലെഗ് നീട്ടി വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുക. എനിക്ക് സാധിക്കില്ല അങ്ങനെ ഇരിക്കാൻ. ഫ്ലോട്ടായിരുന്നു. അപ്പം എനിക്കത് വലിയൊരു അത്ഭുതമായിരുന്നു. ഞാൻ എന്റെ 17-ാം വയസ്സിലാണ് ശരിക്കും യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യോഗ പഠിക്കുന്നത്. അതെന്നെ ഒരു സിസ്റ്ററാണ് പഠിപ്പിച്ചത്.
അത് കുറച്ച് നാളൊക്കെ പ്രാക്ടീസ് ചെയ്തു. പക്ഷെ പിന്നീട് അത് അത് സ്റ്റോപ്പ് ആയി പോയി. പിന്നെ എനിക്ക് യോഗയെ കുറിച്ച് കുറെ തെറ്റിദ്ധാരണകൾ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പം വിബെസ്റ്റിൽ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ വിഷൻ ബോൺ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വന്നപ്പോ യോഗ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് വന്ന ഏറ്റവും വലിയ മാറ്റമാണിത്. അതിലെനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ ഈ ചെറിയ പ്രായത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു വിഷമമുള്ള കാര്യമായിരുന്നു. അപ്പം അതെനിക്ക് സാധിച്ചു വളരെ പെട്ടെന്ന്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ ഈ യോഗ തുടങ്ങിയ പിന്നെയാണ് എന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്റെ ഹെയർ ഫുൾ ഇങ്ങനെ കൊഴിഞ്ഞ് ഇങ്ങനെ പോകുമായിരുന്നു. ഇപ്പോഴും ഇല്ല, മുടിയില്ല. പക്ഷേ മുടി കൊഴിയാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ അറിയാലോ, എനിക്ക് യൂട്രസിലെ ഒരു ക്യാൻസർ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കഴിച്ച കുറെ മെഡിസിൻസ് ഉണ്ട്. അതിന്റെ പിന്നെ എനിക്ക് ഡയബറ്റിക് ആണ്, തൈറോയിഡ് ഉണ്ട്, ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല. അപ്പം അതിന്റെ എല്ലാ ഇതും കൊണ്ടും പിന്നെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു എന്റെ ലൈഫ്. എല്ലാം കൊണ്ട് ഇങ്ങനെ കൈ എടുത്താ ഞാൻ അതിശയോക്തി കലർത്തി പറയുന്നതല്ല, ഇങ്ങനെ കൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചാൽ ഈ കയ്യിൽ ഫുൾ ഹെയർ ആയിരുന്നു. ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്തിരുന്നത്. പക്ഷെ ഇതും ഡോർഫിൻ എടുത്ത് പറയുന്ന ഒരു കാര്യം കേട്ടോ, എന്റെ പിള്ളേരും പറയുന്ന ഒരു കാര്യമാണ്. എന്റെ കയ്യിൽ ഇങ്ങനെ മുടി വരില്ല. എനിക്ക് യോഗ തന്ന ഒരു ഭയങ്കര ഒരു അത്ഭുതകരമായ മാറ്റമാണ് ഇത്. സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാരതിന് എത്രത്തോളം പ്രാധാന്യമായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, മുടി കൊഴിച്ച് നിൽക്കണം, യോഗ ചെയ്താൽ. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ഒരു മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. എക്സ്ട്രാ ഞാൻ ഒരു സാധനം യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഞാൻ ആകെ സ്റ്റാർട്ട് ചെയ്തത് യോഗയാണ്. സാറ് പറഞ്ഞ പോലെ യോഗ സ്റ്റാർട്ട് ചെയ്തു, ഡെയിലി കുളിക്കാൻ തുടങ്ങി. പിന്നെ ഡെയിലി കുളിക്കാന്ന് വെച്ചാൽ നേരത്തെയും ഡെയിലി കുളിക്കും, പക്ഷെ മോർണിംഗ് എഴുന്നേറ്റ് കുളിക്കില്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് പരിപാടി കുളിയല്ലായിരുന്നു എന്റെ. അതുപോലെ തന്നെ ദിവസം ഇത്ര തവണയും ഞാൻ കുളിക്കുന്നു. ഞാനിപ്പം 3 or 4 പ്രാവശ്യമൊക്കെ ബൈച്ചേട്ടനൊക്കെ അനുകരിച്ചിട്ട് ഞാൻ കുളിക്കും. അപ്പം പിന്നെ ധാരാളം ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. എനിക്ക് ജോൺ സാർ പറഞ്ഞു 2.5 ലിറ്റർ വെള്ളം എലിസബത്ത് അത് അളന്ന് തന്നെ കുടിക്കും. ഞാൻ അളന്ന് തന്നെ വെള്ളം കുടിക്കാൻ തുടങ്ങി. അതൊക്കെ എനിക്ക് വരുത്തിയ ഭയങ്കര അത്ഭുതകരമായ മാറ്റമാണ്. അത് മാത്രമല്ല, എന്റെ കുട്ടികളോടൊക്കെ ഇവരൊക്കെ ഇത്രയും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട്, സ്വതവേ ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും എന്റെ ഈ അസുഖങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഞാൻ ഭയങ്കര പെട്ടെന്ന് ഒരു വിചാരിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ ചിന്തിക്കാത്ത കാര്യത്തിനൊക്കെ ഞാൻ പൊട്ടിത്തെറിച്ചു പോവായിരുന്നു. ഒരാൾ പൊട്ടിത്തെറിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അനുഭവിക്കുന്ന വിഷമം ഭയങ്കരമാണ്. അതിനേക്കാൾ ഭയങ്കരമാണ് ആ പൊട്ടിത്തെറിക്കുന്ന ആൾ അനുഭവിക്കുന്നത്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്ന് മാറിയിട്ട് സമാധാനം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട്, ചിലപ്പോ ഇതിങ്ങനെ കിടന്ന് നമുക്ക് സാധാരണഗതി ഞാൻ വയലന്റ് ആയി പോകേണ്ട അവസരങ്ങളിൽ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ കൂളായിട്ട് ഇവിടേക്ക് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ആയിരുന്നു. എന്റെ മാറ്റം എന്താണ്? മക്കളോട് ചോദിക്കുമ്പോൾ അവര് പറയുന്ന ഒരു കാര്യം, അമ്മ ഇപ്പൊ ദേഷ്യപ്പെട്ടില്ല എന്നതാണ്. അനാവശ്യമായിട്ട് ദേഷ്യപ്പെട്ടില്ല അമ്മ എന്നുള്ളതാണ് അവര് പറയുന്നത്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടുന്ന ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. താങ്ക് യു. എത്ര ദിവസമായി? ഒരു മാസമായ? എത്ര ദിവസമായി? 30 days. ഒരു കൊച്ചു കാര്യം കൂടി സജീഷ് കുമാർ പറഞ്ഞതും ജോയ് സാറുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ ഇന്നലെ ബ്രോഷറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മിസ്റ്റർ ജോയ് ജോൺ, ബെസ്റ്റ് ഗുരു, യോഗ ഗുരു, ഡയറക്ടർ, അക്കാദമി ഫോർ യോഗ ആൻഡ് മൈൻഡ്ഫുൾനെസ്. ശ്രദ്ധിച്ചായിരുന്നു ആവോ? ഓക്കെ, ഒന്നുകൂടി കാണാം. Mr. Joy John, best yoga guru, director, Academy for Yoga and Mindfulness. In the Sajid sir, for Happiness Village, from Happiness Village. Okay. Joy John, Sajid sir ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ കോട്ട യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി, യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. എങ്ങനെയാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും ഉണ്ടാവുക, ലോക്കൽ ആക്ഷൻ വിത്ത് ഗ്ലോബൽ വിഷൻ എങ്ങനെ ഉണ്ടാവുക എന്ന് നമ്മൾ 2.5 വർഷം മുന്നേ കണ്ടു. താങ്ക് യു ഐസക് സർ. അതിന് എന്തൊക്കെ വേണമെന്നും എവിടെയൊക്കെ കൊടുക്കണമെന്നും എന്തൊക്കെ തുടങ്ങണമെന്നും എല്ലാം നമ്മൾ പ്ലാൻഡാണ്. അതാണ് ഹാപ്പിനെസ് വില്ലേജ്. അവിടെ ഒരു ഹോളിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ സെന്റർ വരുന്നു. ഭക്ഷണമാണ് പ്രധാനം എന്നുള്ളത് കൊണ്ട് ഓർഗാനിക് ഫാമിംഗ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, വിഷൻ ബോർഡ്,
വീൽ ഓഫ് ലൈഫ്. ഇനിയും ബോധ്യം വന്നില്ലെങ്കിൽ, രാവിലെ നിങ്ങൾ ഇനിയും യോഗയും ഇതും തുടങ്ങിയില്ലെങ്കിൽ വേറെ എന്ത് പറയാനാവുള്ളത്? ഇത്രയ്ക്ക് ദീർഘവീക്ഷണത്തോടു കൂടി ഒരു രാജ്യം പോലും ചിന്തിച്ചു തുടങ്ങുന്നത് ഇപ്പോഴാണ്. ഒരു രാജ്യം പോലും അതിന്റെ ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും എല്ലാം ലോകരാജ്യങ്ങളിൽ മുൻപന്തിയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് കണ്ടുവരുന്നത് ഇപ്പോഴും വീൽ ഓഫ് ലൈഫിലെ എല്ലാ പോയിന്റ്സ് ഒന്നും ഭാരതവും എത്ര മഹത്തരമായ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞാൽ പോലും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ചിന്തിക്കുന്ന ഒരു കാലം ഓരോ വർഷം കഴിയും തോറും ഉണ്ടാവും. ഇപ്പൊ യോഗാ ദിനത്തിൽ നമ്മൾ കണ്ട ക്യാപ്ഷൻ പോലെ അടുത്ത ദിനത്തിൽ നമ്മൾ ഇവിടെ പറയുന്ന പല വീൽ ഓഫ് ലൈഫിലെ ഓരോ പ്രോജക്ട്സുകളും ഭാരതത്തിൽ നടപ്പിലാവും. അന്ന് നമുക്ക് ഇപ്പൊ സജീവമാരൻ പറഞ്ഞതുപോലെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഞങ്ങൾ 10 വർഷം മുന്നേ തുടങ്ങിയതാണ്, ഇന്ന് ഞങ്ങളുടെ റിസൾട്ട് ഇതാണെന്ന് പറയാൻ പറ്റുന്ന ആത്മാഭിമാനത്തോടു കൂടി വിബസ്റ്റിന് മുന്നോട്ട് പോകാൻ കഴിയും. അത്രയ്ക്ക് വിഷണറി ലീഡേഴ്സ് ആണ് നിങ്ങൾക്കുള്ളത്. വിഷണറി ആയിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതാണ് എലിസയെ പോലുള്ള ആളുകളെ 1 മാസം കൊണ്ട് മാറ്റിയത്. ഇനിയും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇനി ആർക്കാണ് ഈ ധൈര്യത്തോടു കൂടി പറയാൻ കഴിയുക, എന്നെ യോഗ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു? എന്തുകൊണ്ടാണ് ജോസ് കുര്യൻ സാർ 111 എന്ന കൗണ്ടും ഫിക്സ് ചെയ്തിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുന്നത്? അദ്ദേഹം ബ്രാൻഡ് അംബാസിഡർ ആയതുകൊണ്ടാണ്. അദ്ദേഹം എന്നെ പലരും ചോദിച്ചു, ഈ സീനിയർ പേഴ്സണൊക്കെ വെച്ചിട്ട് ബ്രാൻഡ് അംബാസിഡർ ആക്കിയിട്ട് എന്താ നിങ്ങൾ ചെയ്യാൻ പോണേ? എന്തെങ്കിലും എനിക്ക് ധൈര്യമാണ്. ആംഷ സാറിനോ അല്ലെങ്കിൽ സാറിനോടൊപ്പം തന്നെ എനിക്ക് ധൈര്യമാണ്. അതാണ് കാര്യം. അപ്പൊ സന്തോഷമായിട്ടിരിക്കൂ. വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഇന്നലെ മോഹനേട്ടൻ അറിയാതെ ഒരു കാര്യം പറഞ്ഞു പോയി. മോഹനേട്ടൻ എന്താ പറഞ്ഞത്, ഞാൻ സിംഗപ്പൂർ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും ഇല്ലായിരുന്നു, പക്ഷേ വിബസ്റ്റിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. ഇപ്പോഴത്തെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, അല്ല 6 മാസം കൊണ്ട് ഞാൻ എന്റെ സൗന്ദര്യം അസാധ്യ തലത്തിലേക്ക് എത്തും സിംഗപ്പൂരിൽ പോകാനാവുമ്പോ. പക്ഷെ ഈ സൗന്ദര്യം ഇല്ലാത്തവരും കൂടെ എങ്ങനെ ഞാൻ വരും എന്നുള്ളതാണ് എന്റെ വിഷമം. സന്തോഷ് പാലക്കാട് തീരുമാനിച്ചു സൗന്ദര്യം ഉണ്ടാകും, നാളെ മുതൽ യോഗയിൽ വരുമെന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. കാരണം സിംഗപ്പൂരൊക്കെ പോയി ഇറങ്ങുമ്പോ അതിൻ്റെതായ ഒരു സ്റ്റൈല് വേണ്ടേ? അതെ, കൂടെയുള്ളവർക്ക്. നമുക്കല്ല, നമുക്കല്ല, നമ്മളൊക്കെയാണ്. നമുക്കുണ്ടല്ലോ. നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പറയൂ. ഇന്ന് നമ്മുടെ പാസീവ് ഇൻകം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമിന് വൈകിട്ടത്തെ ലിങ്ക് മെസ്സേജ് ഞാൻ ഇട്ടിട്ടുണ്ട്. ചക്കക്കൂട്ടം. ഓക്കെ ശരി സാർ, നമുക്കത് നോക്കാം. ഇവിടെ ഇപ്പൊ ചക്ക ഒരു രക്ഷയില്ല, കൂടുതലാണ്. ഇന്ന് മഴ പെയ്തപ്പോ ഒരുപാട് താഴെ പോയി. എന്നിട്ടും 5-10 പറിച്ചു വെച്ചിട്ടുണ്ട്. പഴച്ചക്കയാണ്, അതുകൊണ്ട് ഒന്നും നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയില്ല. വരിക്കച്ചക്കയായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും എത്തിക്കായിരുന്നു. ശരി. അല്ല സാർ, അത് എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള ട്രെയിനിങ് ഉണ്ട്. അതെ, കുരു എടുത്ത് വെക്കുന്നുണ്ട്. താങ്ക് യു. അപ്പൊ ഒരാൾക്ക് കൂടി ചാൻസ്. നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആയിരിക്കും നന്ദി പറയാം. നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡേ അവസാനിപ്പിക്കാം. സമയം ഒരുപാടായി. കാർത്തികാജി ഒന്നുമില്ല സർ? കാർത്തികാജി ഒന്നുമില്ലേ? കാർത്തികാജി, അതാണ് കാർത്തികാജി പോകാനുള്ള എന്ത് പറ്റി? കാർത്തികജിയെ കുറിച്ച് ഏറ്റവും നല്ല എക്സാമ്പിൾ കൃത്യമായിട്ട് മോഹനേട്ടൻ പറഞ്ഞു. എന്തായാലും കാർത്തികജി പറഞ്ഞു അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ പറയാം. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് RK സാറിനാണ്. RK സാറിനും അതുപോലെ തന്നെ ഐസക് സാറിനും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം യോഗ എത്രത്തോളം കാർത്തികജിയിൽ മാറ്റം വരുത്തി. ഗോവയിൽ പോയപ്പോ ഇരിക്കാൻ പോലും കഴിയാതെയാണ് കാർത്തികജി വന്നത്. ട്രെയിനിൽ ഇരുന്നത് എത്ര കഷ്ടപ്പെട്ടാണെന്ന് ഏറ്റവും അടുത്തറിയാവുന്നത് നമ്മുടെ ക്യാപ്റ്റനാണ്. ഇനിയും നമ്മൾ ബോധ്യപ്പെട്ടില്ല എങ്കിൽ, യോഗയുടെ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയില്ല എങ്കിൽ സങ്കടമാണ്. അതുകൊണ്ടാണ് ജയശ്രീ മാമിനെ കൊണ്ട് പറയിപ്പിച്ചത് സ്ത്രീകൾ യോഗ തുടങ്ങണം. നിങ്ങൾ തുടങ്ങിയാൽ ഞങ്ങൾ സന്തോഷമാവും, കുടുംബം സന്തോഷമാവും. എലിസ വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു. മക്കൾ എത്ര സന്തോഷിക്കുന്നുണ്ടെന്ന് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എനിക്ക് ബോധ്യപ്പെടും. എന്നോട് കാണിക്കുന്ന സ്നേഹം അത് അവർ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് എലിസയിൽ വന്ന മാറ്റമാണ്. പറയാതെ അവർ കാണിക്കുന്ന സ്നേഹം, ഓടി വന്ന് ഹഗ് ചെയ്യുകയോ ഒന്നും ഇതല്ലാതെ
അൺകണ്ടീഷണൽ ആയിട്ടുള്ള കുഞ്ഞുമക്കളുടെ സ്നേഹം മാത്രം മതി ഈ ലോകത്ത് ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാൻ. അങ്ങനെ അനുഭവവേദ്യമാകുന്നവർ തീർച്ചയായിട്ടും വി ബെസ്റ്റ് ആവും. മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്ന് തിരിച്ചറിവിന്റെ ഒരു ദിനം കൂടിയാണ് എന്ന ബോധ്യത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Thank you. Thank you.